Good evening, everybody. I know you were eagerly waiting for the session of Mr. Dr. Unais. ഇന്നത്തെ പോസ്റ്റർ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, സർ ഞങ്ങൾ കൂടി ജോയിൻ ചെയ്യട്ടെ. പക്ഷെ അതിന് ലിങ്ക് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മളുടെ കോഴ്സിലെ കുട്ടികളുടെ ക്ലാസ് ആണ്, അതുകൊണ്ട് ഞാൻ ലിങ്ക് തരുന്നില്ല. ഒരുപാട് പേഴ്സണൽ എൻക്വയറി ഒക്കെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ സെഷൻ അതിരസകരവും ഇൻഫർമേറ്റീവും ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആസ് എ സ്റ്റുഡന്റ് ഓഫ് counseling psychology, you should know how the human mind and bodies are എങ്ങനെയാണ് ഹ്യൂമൻ മൈൻഡും ബോഡിയും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരു ക്ലയന്റ് വരുമ്പോൾ ശരിക്കും നമ്മൾ അയാളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അയാളുടെ ഫിസിക്കലായ ആസ്പെക്ട്സ് അയാളുടെ മൈൻഡിനെ എങ്ങനെ ബാധിക്കുന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ 100% നിങ്ങൾക്ക് എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഹംബിൾ ആയിട്ടുള്ള, നോബിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ചീഫ് ഫാക്കൽറ്റി ഡോക്ടർ ഉനൈസ് ടി അത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യും. ഉനൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉനൈസിന്റെ എനിക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉനൈസ് വാസ് മൈ സ്റ്റുഡന്റ്. നമ്മുടെ ഈ PG ഡിപ്ലോമ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പഠിക്കുന്ന സമയത്ത് ഉനൈസിന്റെ പ്രസൻസ് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ ഉനൈസ് ഉണ്ടാകും നമ്മളുടെ. അപ്പോ നിങ്ങളുടെ ഒരു ഫാക്കൽറ്റിയാണ്, പെർമനന്റ് ഫാക്കൽറ്റിയാണ് ഡോക്ടർ ഉനൈസ്. ഉനൈസിന്റെ പ്രസൻസ് ഇറ്റ്സെൽഫ് മേക്ക് വി ഹാപ്പി എന്നുള്ളതാണ്. അതായിരുന്നു ഉനൈസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഉനൈസിന്റെ ഉനൈസ് ആരോഗ്യ ഹോമിയോപ്പതി ക്ലിനിക്കിന്റെ ചീഫ് കൺസൾട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഉനൈസ് ഒരുപാട് ഓർഗനൈസേഷനിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ സംഘടനകളിലും പല വിഷയങ്ങളിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്രത്യേക വ്യക്തിത്വമാണ് ഉനൈസ്. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. എല്ലാവരും എവ്രിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദി സെഷൻ ഓഫ് ഉനൈസ്, ഡോക്ടർ ഉനൈസ്. So once again, I would like to call upon our beloved Dr. Unais for the presentations of the topic. Unais, please. Hello, good evening. ഇത്ര വർണ്ണ ശബ്ദമായ വാക്കുകളിലൂടെ എന്നെ വർണ്ണിച്ച എന്റെ ഷാഫി സാറിന് കൃതജ്ഞത അറിയിക്കുന്നു ഒഫീഷ്യലായിട്ട്. പിന്നെ ക്ലാസ് തുടങ്ങാണ്. പിന്നെ സൗണ്ട് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. സാറേ, എനിക്ക് സ്ക്രീൻ ഒന്ന് പിന്നെ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഒന്ന്. ലാപ്ടോപ്പിലാണോ? ആണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കൂ. നിങ്ങൾ കോഹോസ്റ്റ് ആണ്, എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയും. സാർ എന്നെ കോഹോസ്റ്റ് ആക്കട്ടെ. വേറൊരു നൈസും കൂടെ അതിൽ കാണുന്നുണ്ടോ? നോക്കട്ടെ. ഒരു നൈസും കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. ഞാന് ലാപ്പല്ല, ക്ലിനിക്കിലാണ്, ഡെസ്ക്ടോപ്പാണ്. അതൊന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഡോക്ടർ ഉനൈസ്. ഓക്കെ ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് തുടങ്ങാം അല്ലേ? ഐ ഗോട്ട് ഇറ്റ്. ട്രൈ. ഓക്കെ. ശരി. ഓക്കെ. അപ്പോ ഒരു പരിചയപ്പെടൽ സെഷന്റെ ഒരു സമയക്കുറവുണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പേരും അവരവരുടെ അവസ്ഥകളൊക്കെ ചോദിച്ചേനെ. മേ ബി നമ്മള് ഇനി ഓൺലൈൻ ക്ലാസ്സുകളിൽ അല്ല ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പിൽക്കാലത്ത് കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഈ മൈൻഡ് ആൻഡ് ബോഡി, അതിന്റെ ഒരു കണക്ഷൻ സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴായിട്ട് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തവണ ചിന്തിച്ച് നോക്കിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതായത് എങ്ങനെയാണ് ഈ മനസ്സെന്ന് പറഞ്ഞതൊരു മാറ്റർ അല്ലല്ലോ, ഇങ്ങനെ കാണാൻ കിട്ടുന്ന. ബോഡി നമുക്ക് വരക്കാം, അതുപോലെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. വലിപ്പം, ചെറുപ്പം, ഇതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയ ബോഡി. അത് ഓരോ ജീവജാലകങ്ങൾക്കും അതിന്റെ പ്രത്യേകം സ്ട്രക്ചറും ബോഡി, അതിന്റെ ഒരു ഹൈറാർക്കികളൊക്കെ ഉണ്ട്. പക്ഷേ മൈൻഡിനെ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറില്ല, ഒരു വിഷ്വൽ ചെയ്യാൻ പറ്റാറില്ല അല്ലെ? നമ്മള്
ഞാനൊരു ഈ സെഷൻ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഇടും. അതായത് അത് നിങ്ങൾ, എനിക്ക് തോന്നുന്നു നസ്റിൻ ഡോക്ടറോട് ഞാൻ ചോദിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. നസ്റിൻ ഡോക്ടർ അല്ലായിരുന്നോ? നല്ല റെസ്പോൺസ് ശരിക്കും ക്ലാസ്സിൽ നിന്ന് കിട്ടി എന്നാണ് പറഞ്ഞത്. ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് അൺമ്യൂട്ട് ചെയ്ത ഓരോരുത്തരും ഉത്തരം പറയാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് മുന്നോട്ട് വന്നു എന്നാണ് അറിഞ്ഞത്. അപ്പൊ അതുപോലെ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഇന്ന് കോമൺ സെൻസിന്റെ ഒരു തോട്ടായിരുന്നല്ലോ. കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളെ ഇന്ന് പറയുന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഈ സംഗതി ചിലപ്പോഴൊക്കെ ന്യൂറോൺ സിസ്റ്റത്തിലെ സെറാട്ടോണിന്റെ ആക്ഷനും അതുപോലെ അവിടെയുള്ള ATP പ്രൊഡക്ഷനൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ് മതിയാവില്ല. അപ്പോ നമ്മൾ ഇതില് ചർച്ച ചെയ്യാൻ ഇതിന്റെ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക എങ്ങനെയാണ് മൈൻഡ് ബോഡിയായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യം, മൈൻഡ് എവിടെയാണെന്നുള്ളതാണ്. മൈൻഡ് എവിടെയാണെന്നുള്ളതിന് ചില പല ഉത്തരങ്ങളും വരും. എങ്കിലും ഞാനത് നിങ്ങൾക്കായിട്ട് ചോദ്യം ഇട്ടു തരികയാണ്, ചർച്ചയ്ക്ക് ഇടുകയാണ്. മൈൻഡ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പറയാം. മരത്തിന്റെ മുകളിലും പറയാം, കാലിന്റെ അടിയിലും പറയാം, ഹൃദയത്തിലും പറയാം, എല്ലാ സ്ഥലങ്ങളും പറയാം. കാരണം ഒന്നും തെറ്റാറില്ല, ഒരു ഉത്തരം പോലും തെറ്റാറില്ല. ആർക്കെങ്കിലും ഒന്ന് എക്സ്ക്യൂസ് മീ, ഒന്നുകൂടെ. ബ്രെയിൻ. ഹൃദയത്തിലും ബ്രെയിനിലും. ഓക്കെ, ഹൃദയത്തിലും ബ്രെയിനിലും. വേറെ? ബ്രെയിനില്. ബ്രെയിനില്. ബ്രെയിന്, ഹൃദയം. വേറെ? അതായത് ബ്രെയിനും ഹൃദയവും അല്ലാത്ത വേറെ ഒരു ഓർഗനോ ഒന്നും പറയാൻ. ഒരു കോള് വന്നതാണ്, ഞാനൊന്ന് ഫ്ലൈറ്റ് മോഡ് ചെയ്യട്ടെ. ഹലോ, എന്റെ വിഷ്വല് തിരിച്ചു വന്നോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇനി ഷാഫി സാറ് മറുപടി പറയില്ല, ഇനി എല്ലാം നിങ്ങൾ പറയണം. All part of our body. ഓൾ പാർട്ട് ഓഫ് ഫുൾ ബോഡിയിലാണ് നമ്മുടെ മൈൻഡ്. എവിടെയാണ് നമുക്ക് ഇന്നൊരു സ്പെസിഫിക് ഓർഗനെ പറയാനില്ല, അല്ലെ? ഓക്കെ, വേറെ? ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാനിങ്ങനെ പറയാം. നമുക്കൊരു പെട്ടെന്നൊരു ഒരു കേൾക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത ഒരു ഒരു ന്യൂസ്, വളരെ ഭയപ്പെടുത്തുന്ന ഒരു ന്യൂസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഏതൊരു ബോഡി പാർട്ടായിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ? Heart. അങ്ങനെ ആലോചിക്കുമ്പോൾ ഏതൊക്കെ പാർട്സ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്? വയറ് കാണും. Yes. വയറ് കാണാറുണ്ട്. വയറ് ഹാർട്ട് ബീറ്റ്. ഗുഡ്. അപ്പൊ ഹാർട്ടിന്റെ ഉത്തരം ശരിയാക്കി അല്ലേ? ഓക്കെ. കണ്ണു തുറിക്കും. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. കണ്ണു തുറിക്കുന്നതാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. പിന്നെ തൊണ്ട. തൊണ്ട ഇടർക്കും അല്ലേ? ഗുഡ്. വേറെ? കാല് വിറക്കും അല്ലേ? ഷിവറിംഗ് ഉണ്ട് അല്ലേ? യെസ്. അതായത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഈ ബോഡിയിൽ എവിടേക്കോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും മൈൻഡ്, അല്ലെ? മൈൻഡിനെ നമ്മള് ശരിക്ക് പ്രത്യേകം എടുത്തെടുത്ത് ഇന്ന ഒരു ഓർഗന് കൊടുക്കാൻ കഴിയില്ല, അല്ലെ? നമ്മൾ തലച്ചോറിനെ മാത്രം, ചിലരൊക്കെ എപ്പോഴും തലച്ചോറിലാണ്, അല്ലെങ്കിൽ ഹൃദയം പലപ്പോഴും കവിതകളിലൊക്കെ വന്ന ഒരു കാര്യം കൊണ്ടും മനസ്സും ഹൃദയമൊക്കെ ആ ഒരു ഏരിയയിലേക്ക് കൊടുക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലം നമ്മൾ സയന്റിഫിക്കലി അത് തലച്ചോറിലായതുകൊണ്ട് മൈൻഡിനെ നമ്മൾ തലച്ചോറിലോട്ട് കൊടുക്കും. പക്ഷേ ഇതിനൊരു ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല, അല്ലെ? ഇതിപ്പോ നമ്മള് കയ്യിൽ നിന്ന് ഒരു ചൂട്, ഇപ്പോ
ഇപ്പോ ഒരു ഇസ്തിരിപ്പെട്ടിയിൽ നമ്മൾ തൊടുമ്പോൾ നമ്മൾ ആ ചൂട് അറിയുന്നുണ്ടല്ലോ. അത് അറിയുന്നത് എങ്ങനെയാ? നമ്മള് നെർവസ് സിസ്റ്റം വഴി തലച്ചോറിലോട്ട് സിഗ്നൽ പോകുന്നു. ഇയാളൊരു ചൂടുള്ള സാധനത്തിൽ തൊട്ടിട്ടുണ്ട്, എന്ത് ചെയ്യാണ് അയാള് തിരിച്ച്, ഞാനത് നോക്കാതെ തന്നെ തൊട്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് കൈവലിക്കും അല്ലെ? ഞാനത് അറിയാതെ തന്നെ കൈവലിക്കും. ആ അറിയാതെ കൈവലിക്കുന്നത് ശരിക്കും എന്റെ അറിവ് കൊടുക്കലല്ല. അത് തലച്ചോറിൽ നിന്ന് ഞാൻ ചിന്തിക്കാതെ തന്നെ അവിടുന്ന് സിഗ്നൽ പോവാണ് ഈ മസിലിലോട്ട്, കൈവലിക്കണം, കാരണം ഇയാൾ ഇതിൽ തൊട്ടിട്ടുണ്ട്, കാരണം അതിനൊരു കണക്ഷൻ പോകുന്നുണ്ട്. പക്ഷെ മൈൻഡിന് എന്തില്ല? ബോഡിയുമായിട്ട് ഒരു ഫിസിക്കൽ കണക്ഷൻ പറയാൻ അങ്ങനെ ഒന്നുമില്ല. അപ്പോ നമ്മള് ഇതില് പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൈൻഡും ബോഡിയും എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മൈൻഡ് ബോഡിയെയും ബോഡി മൈൻഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സത്യമാവും. എക്സാമ്പിൾ പറയേണ്ടി വരും കേട്ടോ. മൈൻഡ് ബോഡിയെയും ബോഡി മൈൻഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ? തീർച്ചയായും. തീർച്ചയായും അംഗീകരിക്കും. ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഈ സംഭവം കിട്ടും. നമ്മൾക്ക് ടെൻഷനൊക്കെ ഉണ്ടാവുമ്പോ Yes. ഉറക്കം കിട്ടാതെ വരിക. ആ ഓക്കെ. പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോ, അല്ലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കേൾക്കുമ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുക, പിന്നെ ആങ്സൈറ്റി കൂടുക, ഒരു വെപ്രാളം പോലെ ഫീൽ ചെയ്യുക. ഓക്കെ. ഇങ്ങനെയുള്ള ഇപ്പോ ഈ പറഞ്ഞതൊക്കെ ഈ മൈൻഡിൽ ഒരു ഇഷ്യൂ വന്നപ്പോ ബോഡിയെ ബാധിച്ചതാണ് അല്ലേ? ശരിക്കും ബോഡിക്ക് ഒരു പ്രശ്നം വരുമ്പോ മൈൻഡിനെ ബാധിക്കണ്ടേ? അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റും? നമ്മള് വല്ലാതെ ശരീരം തളർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒന്നുകിൽ നമുക്ക് പെട്ടെന്ന് തലവേദന, അതൊരു അതുപോലെ തന്നെ ഒരു ഒന്നിനും നമ്മളുടെ ആക്റ്റീവ് ആവാനേ നമുക്ക് തോന്നില്ല. ശരിക്കും നമ്മൾ ഏതെങ്കിലും ബോഡി പാർട്ടിന് സാധ്യമായ നമുക്ക് സഹിക്കാൻ വയ്യാത്ത പെയിൻ ഉണ്ടെങ്കിൽ നമ്മള് പിന്നെ അൺകോൺഷ്യസ് ആയി പോകുന്നു. ഓക്കെ, ക്ലിനിക്കിൽ ഒരാൾ വന്നു. പിന്നെ അപ്പൊ നമ്മള് മൈൻഡിന്റെ ഇഷ്യൂ കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും, ബോഡി വീക്ക് ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ ജസ്റ്റ് പറഞ്ഞു അല്ലെ? അതായത് നമ്മള് പിന്നെ തീരെ വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ആവലാതികൾ വരും അല്ലെ? വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ ഒരു അസുഖത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കും? ഡെസ്പായിരിക്കും അല്ലെ? നമ്മള് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നല്ലൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈൻഡ് എന്തായിരിക്കും? ഭയങ്കര ഹാപ്പി മൂഡിലായിരിക്കും അല്ലെ? ഇത് ഇത് വൈസ് വേഴ്സയാണ്. ഇത് രണ്ട് തരത്തിലും മൈൻഡിനെ ബോഡിയും ബോഡിയെ മൈൻഡുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ മൈൻഡ് ബോഡി റിലേഷൻ പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആങ്സൈറ്റിയിൽ നമ്മൾ കാണിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ സ്ട്രെസ് പ്രോബ്ലം, നമ്മള് ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ ബോഡി കാണിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യാറുള്ളത് അല്ലെ? നമ്മൾ ഒരു ടെൻഷൻ വരുമ്പോ എന്തുണ്ടാവും? നമുക്ക് നാവിന് പിന്നെ വരൾച്ച ഉണ്ടാവും, അതുപോലെ ഉറക്കം നഷ്ടപ്പെടുക അല്ലെ? ഈ പറഞ്ഞ പോലെ ഇത്തരം പ്രശ്നങ്ങൾ ഒക്കെ ഒരു ഫിസിയോളജിക്കൽ ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതിന്റെ കണക്ഷൻ എന്താണ്? ഇപ്പോ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ഈ വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസുഖങ്ങൾക്കൊക്കെ ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യകാലങ്ങളിൽ, അതായത് പണ്ടൊക്കെ ഡോക്ടേഴ്സ് സ്ഥിരമായി ചോദിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭക്ഷണം എങ്ങനെയാണ്,
അതായത് എരിവുള്ളത് കഴിക്കാറുണ്ടോ? സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ 3 ക്വസ്റ്റ്യനിൽ നിർബന്ധമായിട്ട് ചിലപ്പോഴൊക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്തായിരിക്കും? നല്ല ടെൻഷൻ ഉള്ള ആളാണോ എന്ന് ചോദിക്കാറുണ്ട്. എൻട്രോളജിസ്റ്റുമാരൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന, അത് നമ്മൾ പലപ്പോഴും പേഷ്യൻസ് ഒക്കെ വരുമ്പോ അവര് പ്രത്യേകം നമ്മള് ഈ ഗ്യാസ്ട്രിക് ട്രബിൾസ് എടുത്ത് പറയുന്നതിന്റെ കൂട്ടത്തിൽ അവരങ്ങ് പറയും, എനിക്ക് നല്ല ടെൻഷനുള്ള ആളാണ്. അത് പിന്നെ എൻഡോസ്കോപ്പി എടുക്കുന്ന സമയത്ത് എന്നോട് അവർ ചോദിച്ചിരുന്നു, എപ്പോഴെപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്ന ആളാണ് എന്നുള്ളത് അയാള് തുറന്നു പറയാറുണ്ട്. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ശരിക്ക് പ്രൂവ് ചെയ്യാന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ മൈൻഡ് ബോഡി റിലേറ്റഡ് ആണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയും. അതായത് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഓട്ട മത്സരത്തിൽ നമ്മൾ ചിലപ്പോൾ തോറ്റു പോകാം. പക്ഷേ ഒരു നായ പുറകെ ഓടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആ നായ എത്ര സ്പീഡിൽ ഓടുന്നോ ആ നായ്ക്ക് നമ്മളെ തൊടാൻ കിട്ടാത്തത്രയും സ്പീഡില് ഒരു സാധാരണ അത്ലറ്റ് അല്ലാത്ത ആൾക്ക് തന്നെ ഓടാൻ കഴിയാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവില്ല ലൈഫിൽ? നായ പിന്നാലെ ഓടിയ ഒരു 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 സിറ്റുവേഷൻ ആർക്കെങ്കിലും ഒക്കെ നിർബന്ധമായിട്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്, ഇല്ലേ? ഷുവറായിട്ടും ആ നായ്ക്ക് നമ്മളെ തൊടാൻ കിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഹോർമോണിന്റെ ഒരു ആക്ഷൻ ഉണ്ടാകുന്നു. അതിൽ കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു, നമുക്ക് എനർജി കൂടുന്നു. ഈ അഡ്രിനാലിനാണ് ചില സമയത്ത്, പണ്ടൊക്കെ നമ്മുടെ ഈ ഒളിമ്പിക്സിലൊക്കെ മരുന്ന് കുത്തിവെച്ച് കളിയിൽ നിന്ന് അയോഗ്യനാക്കി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും ഈ അഡ്രിനാലിൻ ഒക്കെയാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ആള് ഇത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പിന്നാലെ ഒരു റോഡ് വീലറോ അല്ലെങ്കിൽ വേറെ വലിയ ഇന പട്ടികൾ നമ്മളെ പിന്നാലെ ഓടി കടിക്കാൻ വരുന്നത് പോലെയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾ ഭയങ്കര ഓട്ടായിരിക്കും, അയാളെ ഹാർട്ട് ബീറ്റ് ഓൾറെഡി പമ്പ് ചെയ്ത് നിൽക്കും. അപ്പൊ ഈ സ്ട്രെസ്സിൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രത്യേകം, ഇപ്പൊ ഞാൻ ഈ കാണിച്ച സിംറ്റത്തില് ചില സിംറ്റങ്ങളിലോട് നിങ്ങൾക്ക് ചിലപ്പോ എന്തുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് യോജിപ്പുണ്ടായിരിക്കില്ല. അതായത് നാവ് വരളാറുണ്ടോ ശരിക്കും സ്ട്രെസ് വരുമ്പോ? Yes. യെസ്. അതിൽ നമുക്ക് യോജിപ്പിന് കുറവില്ല. കാരണം അവിടെ സലൈവറി ഗ്ലാൻഡിലോട്ട് പോകുന്ന ന്യൂറോൺസിന്, അതായത് നമ്മുടെ ബോഡിയിൽ ഒരു കാര്യം നമ്മൾ വിചാരിച്ച് നടക്കുന്നതല്ലാത്ത കാര്യം, അതായത് ഇൻവോളണ്ടറി ഇമ്പൾസസ് എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഞാൻ ഇപ്പോ ഈ ഒരു മൗസ് ഞാൻ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ എടുക്കുന്നു, ഞാൻ അത് അവിടെ തിരിച്ചു വെക്കുന്നു, വാട്ടർ ബോട്ടിൽ എടുക്കുന്നു, കുടിക്കുന്നു, വെക്കുന്നു. ഇതൊക്കെ വോളണ്ടറി ആക്ഷൻസ് ആണ്, ഞാൻ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ശ്വാസം, നമ്മൾ ഒരിക്കലും എനിക്ക് ഇന്ന് ഇത്ര ശ്വാസം വലിക്കണം, ഈ ഒരു മിനിറ്റിൽ ഒരു 18 പ്രാവശ്യം ഞാൻ ശ്വാസം വലിച്ചില്ലെങ്കിൽ എനിക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടൂല എന്നുള്ള ഒരു ചിന്തയൊന്നും നമ്മൾ എപ്പോഴെപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുടുങ്ങിപ്പോയി, അല്ലേ? ഈ ഒരു മിനിറ്റിൽ 17 പ്രാവശ്യം ശ്വാസം വലിക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കണം, ഈ ഹാർട്ട് 72 പ്രാവശ്യം ഇടിപ്പിക്കണം, അതുപോലെ നമ്മുടെ അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ പോകും. ഇതൊക്കെ ബോഡി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ന്യൂറോൺ സിസ്റ്റത്തിലെ ചില ഇമ്പൾസ് കൊണ്ട് നടക്കുന്നതാണ്. അപ്പോ ഈ ഭക്ഷണം കാണുമ്പോ വായിൽ നിന്ന് വരുന്ന ഉമിനീര് കാണുമ്പോഴത്തേക്ക്, അല്ലെ, ചിലപ്പോഴൊക്കെ ഒരു യൂട്യൂബ് വീഡിയോ, ഒരു വ്ളോഗറുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരാറുണ്ട്. ഒരു നല്ല ഹോട്ടലിന്റെ മുന്നിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരാറുണ്ട്? ഒരു 2 മിനിറ്റ്സ് കേട്ടോ, ഞാൻ തൊട്ടടുത്ത പള്ളി ഇസ്ലാം കൊടുക്കുന്നു.
ഓക്കെ. നമ്മൾ ഒരു ഭാഗ്യം നിർത്തിയാൽ മതി കേട്ടോ. നിങ്ങൾ അവിടെ ക്ലാസ് കൊടുക്കുമ്പോ ഈ ഒരു ഇതിലങ്ങനെ നിങ്ങൾ പിന്നെ നിങ്ങൾ സംസാരിക്കണില്ലല്ലോ അല്ലെ? ഓക്കെ. പിന്നെ ഇതിലെന്താ സംഗതി എന്ന് വെച്ചാല് നമ്മള് നല്ലൊരു ഹോട്ടലിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ നമുക്ക് അവിടുന്ന് അടിക്കുന്ന സ്മെല്ല്, നല്ല ഭക്ഷണത്തിന്റെ മണം നമുക്ക് എന്തുണ്ടാക്കും? ഉമിനീരുണ്ടാക്കും അല്ലെ? ഈ ഉമിനീര് പലപ്പോഴും നമ്മള് ആഗ്രഹിച്ചു വരുന്നതോ, ചില സമയത്തൊക്കെ ചില സംസാരങ്ങളുടെ ഇടയിൽ ഉമിനീര് വരുന്നത് ഒരു ബുദ്ധിമുട്ടായി തരം മാറാറുണ്ട് അല്ലെ? നമ്മൾ ആരോടെങ്കിലും കാര്യമായിട്ട് ഒരു ഭക്ഷണത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇറക്കിയിട്ട് സംസാരിക്കേണ്ടി വരുന്നത് എനിക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. പേഷ്യന്റിനോടൊക്കെ ചില സമയത്ത് നമ്മൾ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉള്ള ആളോട് ഞാൻ തൈര് കഴിക്കുന്ന കാര്യം പറയും. പിന്നെ അതറിയാതെ ഇങ്ങനെ എന്ത് ചെയ്യും, കട്ട തൈരും പുളി കുറഞ്ഞ തൈരും ലസ്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നെ തിരിച്ചൊന്ന് വായന്ന് വെള്ളം ഇറക്കിയിട്ട് ബാക്കി സംസാരിക്കാൻ പറ്റാറുള്ളൂ അല്ലെ? ഇതൊക്കെ നമ്മള് വോളണ്ടറി നമ്മള് വിചാരിച്ച് ചെയ്യുന്ന സംഗതികളല്ല. അതൊക്കെ ബോഡി അതാത് പിന്നെ ബ്രെയിനിന്റെ പല ഏരിയകളിൽ നിന്നും നമ്മുടെ ശരീരം മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്ഥലം പോലും ബാക്കി വെക്കാതെ അല്ലെ? എനിക്ക് ഈ ഫിംഗറിന്റെ ടിപ്പിൽ തൊടുമ്പോൾ എനിക്കറിയാം എന്നെ ഒരാൾ തൊടുന്നുണ്ടെന്ന് അല്ലെ? എനിക്കിവിടെ ചെറുതായിട്ട് ഏത് ഏരിയയിൽ, എന്റെ ബോഡിയുടെ ഏത് ഏരിയയിലും തട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം. എക്സെപ്റ്റ് നമ്മുടെ മുടി, നഖം, പല്ല് പോലുള്ള ഏരിയകളിലല്ലാത്ത ഏത് ഭാഗത്തും നമുക്ക് ടച്ച് അറിയാം, അതുപോലെ വേദന അറിയാം, ചൂടറിയാം. ഈ അവസ്ഥ സംവിധാനിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന നാഡികളാണ്. ഇത് ഞാൻ ഈ മലയാളത്തിൽ ഈ വാക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയണത് എന്താണെന്നറിയാം? നമ്മൾ ഞരമ്പ് എന്ന് പറയും പൊതുവെ. സോറി, ഞരമ്പ് എന്ന് പറയും പൊതുവെ അല്ലെ? പൊതുവെ ഞരമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിൻസും ആർട്ടറിയും അതുപോലെ നാഡികളും ഒക്കെ നമ്മള് ആ ന്യൂറോൺസ് ഒക്കെ ഈ ഞരമ്പിലാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷെ ഈ രക്തം പോകുന്ന കുഴലുകളല്ലാതെ എനിക്ക് തോന്നുന്നത്, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചത്, നമ്മുടെ ഗ്രൂപ്പിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? കുറച്ച് ബോറിംഗ് ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. എത്ര പേരുണ്ട്? ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഹാൻഡ് റൈസ് എങ്ങനെ അറിയോ? അല്ലെങ്കിൽ വേണ്ട, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ ഇന്ന ആളുടെ പേരെന്ന് പറഞ്ഞാൽ മതി. പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഒന്ന് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് തരണ്ടേ? ഓക്കെ. പേരൊന്ന് പറയൂ, അറിയുന്ന ആളാണോന്ന് അറിയാം. ഓക്കെ, ലീവ് ഇറ്റ്. ഞാൻ ഈ ഡോക്ടേഴ്സിനോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ കാര്യം പറഞ്ഞാൽ എന്തുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ടീച്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ. ഹലോ, ആ ഓക്കെ. ഞാൻ ഡോക്ടർ ശൈലജ. ശൈലജ, എന്നോട് മുസ്തൈനാമിനോട് ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ പേര് കേട്ടത് എനിക്ക് ഓർമ്മ. ഓക്കെ. പിന്നെ
ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ മണ്ണാർക്കാട്, പാലക്കാട് ജില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അങ്ങനെ കുറച്ച് പേരുണ്ടാവും അല്ലെ, അവർക്ക് ബോറടിക്കില്ല എന്ന് കരുതുന്നു. അതുപോലെ ഈ ഒരു കാര്യം നമ്മൾ സംവിധാനിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ് ഈ ബോഡിയിലെ എല്ലാ സ്ഥലങ്ങളിലും, നാഡികൾ നമ്മുടെ ബോഡിയിലെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഉള്ളിലൂടെയുള്ള ട്രാൻസ്മിഷൻ, അതായത് ഞാൻ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ആ ടച്ച് അറിയുന്നത് ഈ ഈ എൻഡിലുള്ള നാഡികളുടെ പിന്നെ അറ്റങ്ങളിൽ നിന്ന് ഇവിടുന്ന് റിസപ്റ്റേഴ്സ് പോകുന്നു. ഈ ആൾ ഇന്ന സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്, ചൂടുള്ള സാധനത്തിലാണ് ടച്ച് ചെയ്തിട്ടുള്ളതെന്ന് തലച്ചോറിന് വിവരം കൊടുത്ത് വളരെ മൈക്രോ മില്ലി സെക്കൻഡുകളിൽ നടക്കുന്ന കാര്യമാണിത്. അതായത് ഇവിടുന്ന് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അതേ വേഗതയിൽ, കാരണം ഇതൊരു ഇലക്ട്രിക് ഇമ്പൾസ് തന്നെയാണ്. അപ്പോ ഈ എത്രയും വേഗതയിൽ തലച്ചോറിലോട്ട് പോയി തലച്ചോറിന് ആ സിഗ്നൽ കൊടുത്ത് അത് തിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തലച്ചോറിന് തിരിച്ചു സിഗ്നൽ വരികയാണ്, എന്ത്, കൈയെടുത്തോളൂ, അല്ലെങ്കിൽ ഇത് ഇന്ന സാധനമാണ്, കുഴപ്പമില്ല, കൈ അവിടെ വെച്ചോളൂ, അല്ലെങ്കിൽ ഇത് പരുവരുത്തതാണ്. അപ്പൊ നമ്മള് തുണികളൊക്കെ തൊട്ട് നോക്കും, സിൽക്കൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കും. അപ്പോ നമ്മൾ ഇതൊക്കെ സെൻസ് ചെയ്യുന്നതിന്റെ ഒരു വഴിയാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നതുണ്ടല്ലോ, അതിന്റെ ഒരു വേഗതയെ കൺട്രോൾ ചെയ്യുന്ന കുറച്ചധികം ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകളിലെ വ്യത്യാസങ്ങൾ ഒരു ഇറഗുലാരിറ്റി ഉണ്ടാക്കാറുണ്ട്. ഇപ്പോ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും സൈക്കോളജി സ്റ്റുഡൻസ് കേൾക്കുന്ന കുറച്ച് ഹോർമോണുകളാണ് ഡോപ്പാമൈന്, സെറാട്ടോണിന്, ഗാബ, അല്ലെ? പിന്നെ അഡ്രിനാലിൻ, കോർട്ടിസോളൊക്കെ നമ്മൾ അങ്ങനെ പിന്നെ കേൾക്കാറുണ്ട്. പക്ഷെ ഡോപ്പാമൈൻ കേൾക്കാത്തവരും സെറാട്ടോണിൻ എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. നമ്മൾ ഈ മദ്യപാനത്തിന്റെ കാര്യം പറയുമ്പോൾ, മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും, അത്തരം എൻസൈമുകളുടെ പേര് പറയാറുണ്ട് അല്ലെ? അതായത് നമ്മുടെ ഈ ട്രാൻസ്മിറ്ററുകളെ, അതായത് നമ്മുടെ ന്യൂറോൺ ട്രാൻസ്മിറ്ററുകളെ റെഗുലേറ്റ് ചെയ്യാനാണ് ഇത്തരം എൻസൈമുകൾ ശ്രമിക്കുന്നത്. അപ്പോ ചില ട്രാൻസ്മിഷൻസ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, ചില ട്രാൻസ്മിഷൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതായത് ചില സമയത്ത് ഉറക്ക കൂടുതലുകൾ ഉണ്ടാവുക, ചിലർക്ക് ഉറക്കം വരാതിരിക്കുക. കേട്ടിട്ടില്ലേ, ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ ഉറങ്ങാതെ പിടിച്ചു നിൽക്കുന്ന, വിത്തൗട്ട് ഒരു ക്ഷീണവും ഇല്ലാതെ. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഗതിയെ പറ്റിയിട്ട്? നമ്മൾ ഈ MDMA വാർത്തകളൊക്കെ വായിക്കുമ്പോൾ, പലപ്പോഴും അതിന്റെ ഡോക്യുമെന്ററികളൊക്കെ കാണുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണത്. MDMA ഉപയോഗിച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ട് പബ്ബുകളിൽ 2 ദിവസം നിറഞ്ഞു നിന്ന് ഡാൻസ് ആടി, അതിനുശേഷം പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നൊക്കെ. ഈ MDMA ഒക്കെ സാധാരണഗതിയിൽ ഇത്തരം ഉത്തേജനം, ഒരു അനാവശ്യമായ ഉത്തേജനം. ഇനി ഇതിന്റെ ഏറ്റവും ചെറിയൊരളവ് ഞാൻ പറയാം, ഒരു ചെറിയ ഇത്തരം സ്റ്റിമുലേറ്ററുകളുടെ ഒരു ചെറിയ കാര്യം, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കോഫി. കോഫി ശരിക്കൊരു ഒരു ഒരു പ്രത്യേക തരം ഒരു സ്റ്റിമുലന്റ് ആണ്. അത് നമ്മൾ അറിയാലോ, നമ്മൾ രാത്രിയിലൊക്കെ ചിലപ്പോൾ ഉറക്കം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ശരിക്കും കോഫി. എക്സസ് കോഫി ഉപയോഗം നന്നല്ല എന്നൊക്കെ പറയാറുള്ളത് പലപ്പോഴും ഇത്തരം ഇറഗുലാരിറ്റീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഇതിന്റെ കൃത്യമായ അളവുകൾ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറില്ല, നമുക്ക് കൃത്യമായി പറയാൻ കഴിയാറില്ല. കാരണം ഇതിന് പലപ്പോഴും ഇതിന് ഇറഗുലാരിറ്റി, ഡോക്ടേഴ്സ് എപ്പോ സംസാരിക്കുമ്പോഴും ഇത് ഹോർമോണൽ ഇറഗുലാരിറ്റി എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചില ഹോർമോണുകൾ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്, അതായത് ഇതിനെ തടസ്സപ്പെടുത്തുന്നതും, മറ്റത് ചില ഹോർമോണുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോ അത്ര ഡീപ്പായിട്ട് പോവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്തുകൊണ്ട് വായില് വെള്ളം വറ്റുന്നു എന്നുള്ളതിന് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതായത് സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഉമിനീരിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യും, ചില ഹോർമോണുകൾ ടെൻഷൻ വരുമ്പോൾ ഇൻഹിബിറ്റ് ചെയ്യും, അതായത് തടസ്സപ്പെടുത്തും. ആ തടസ്സപ്പെടുത്തുമ്പോൾ തലച്ചോറിൽ നിന്ന് അങ്ങോട്ടൊരു സിഗ്നൽ വരും, എന്ത്, ഇത്ര മതി, അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നേരത്തോട്ട് എന്ത് ചെയ്യണ്ട,
സലൈവ പ്രൊഡ്യൂസ് ചെയ്യണ്ട, അതായത് ഉമിനീര് ഉണ്ടാക്കണ്ട എന്നുള്ള സിഗ്നൽ വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഡ്രൈനെസ് ഓഫ് മൗത്ത് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫിസിക്കൽ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറെ പേര് തലാട്ടുന്നതും ചിരിക്കുന്നതും അതുപോലെ കുറെ റെസ്പോൺസ് ഇങ്ങനെ കിട്ടുകയും, അതുകൊണ്ട് ചോദിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് സംഭവം കിട്ടാത്തവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടെ പോരാൻ പറ്റണില്ല ആർക്കെങ്കിലും? അങ്ങനെ സംഭവം ക്ലിയർ ആയിട്ടില്ല കേട്ടോ, ഒന്നും കൂടെ പറയണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ? മനസ്സിലായാൽ മനസ്സിലായി എന്ന് പറയാം. ഈ സംഭവം പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് പറയാം. മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ട്. ആ ഓക്കെ, ഗുഡ്. നിങ്ങൾ ഡോക്ടർ അല്ലല്ലോ? നല്ല ടീച്ചറാണ്. ആ ഗുഡ് ഗുഡ്. ഓക്കെ. നമ്മൾ ഈ ഷാഫി സാറിന്റെ ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടിട്ടേ ഞാൻ ഈ വർണ്ണശബളമായ വാക്കുകളിൽ പിന്നെ പിന്നെ വർണ്ണിച്ചതിന് നന്ദിയൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? മൂപ്പര് എപ്പോഴും അങ്ങനെയാണ്, നമ്മളെങ്ങനെ പൊക്കും. അതുപോലെ സാറിന്റെ ക്ലാസ് കിട്ടാൻ വേണ്ടി പലപ്പോഴും ക്ലിനിക്കൊക്കെ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം സാറ് ക്ലാസ് ചില സമയത്തൊക്കെ ശനി ഒക്കെ കൊണ്ടുവെക്കും. ആ ശനിയൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സമയം. എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും ലീവ് ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലിനിക്ക് ഒഴിവാക്കിയാൽ ഭയങ്കര നഷ്ടം പറ്റും. പക്ഷെ സാറിന്റെ ക്ലാസ് കിട്ടിയാലുള്ള ആ എനർജിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ ലീവാക്കി പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പിന്നെ ഇന്റേൺഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ അക്കാദമിയിൽ നിന്നൊക്കെ ആളുകൾ വരും നിങ്ങളുടെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അവര് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അക്കാദമിയുടെ ഒരു പ്രത്യേകത, ഷാഫി സാറ് എനിക്ക് തോന്നുന്നു നിങ്ങളത് അനുഭവിച്ചറിഞ്ഞവരായിരിക്കും. നിങ്ങൾ എത്ര ഫിസിക്കൽ ക്ലാസ്സസ് കഴിഞ്ഞു? ഫിസിക്കൽ ക്ലാസ്സസ് നിങ്ങൾ ഇതുവരെ ഫിസിക്കൽ ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അതായത് ഓഫ്ലൈൻ ആയിട്ട് അക്കാദമിയിലെ പോയിട്ട് ക്ലാസ് ഉണ്ടായിട്ടില്ല? ഒരു തവണ പോയി. ഉണ്ടായിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ടാവും? 4 ക്ലാസ് കഴിഞ്ഞാണ്. 4 ക്ലാസ് കഴിഞ്ഞാണ്. 4 ക്ലാസ് അല്ലേ? അപ്പൊ എനിക്ക് അറിയണ്ടാവും ശരിക്കും ഷാഫി സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഫിലിം ഒക്കെ കാണുന്ന ആ ഒരു ഫീലാണ്. ഞാനത് എപ്പോഴും ഇങ്ങനെ പറയും, ഞാൻ ഈ ഒരു വൈബിന് വേണ്ടി വരികയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോമഡി അടിച്ച് ആ ക്ലാസ്സിൽ ചിലപ്പോഴൊക്കെ എന്താന്ന് വെച്ചാലേ ഈ തമാശകൾ ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ തിരിച്ചു പോരുമ്പോൾ ഞാൻ ആലോചിക്കും, ഇന്ന് കുറേ തമാശ കേട്ട് ചിരിച്ചതല്ലാതെ ഇതിപ്പോ എന്താ പഠിച്ചതെന്ന് എനിക്കൊന്നും ഓർമ്മ കിട്ടില്ല. കുറേ കോമഡി അടിച്ച് ചിരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിലെന്താന്ന് വെച്ചാ ഇതുപോലൊരു ക്ലാസ് അല്ലെങ്കിൽ ഞാനിപ്പോ ഇപ്പോ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ഇതുപോലെ ഇപ്പൊ സാറ് കുറേ ക്ലാസ്സുകൾ ഞാൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. പലപ്പോഴും സാറടിച്ച കോമഡിയുടെ വാക്കിയടിക്കല് ഒരു സ്ഥിരം സംഭവമാണ് പറയാം. അതായത് മൂപ്പര് നമുക്ക് ക്ലാസ്സിൽ പൊട്ടിക്കാനുള്ള സാധനം അവിടെ പൊട്ടിച്ചു തരും. ഞാൻ ഈ കുട്ടികൾക്കൊക്കെ 2-3 ക്ലാസ്സസ് ഇതിന്റെ ഇടയിൽ ശേഷം എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നമ്മുടെ ഒക്കെ ഒരു മൂപ്പരുടെ നിന്ന് എടുക്കുമ്പോൾ നമ്മളെ ഇത് നല്ല കുറവുണ്ടാവുമല്ലോ. പക്ഷെ അവർക്ക് അത്ഭുതം, ഇത് ഇത്ര നന്നായിട്ടൊക്കെ ഈ കുട്ടികളെ പിന്നെ എന്റർടൈൻ ചെയ്ത് നിർത്താൻ കഴിയൂലേ. നിങ്ങൾ അത്ര എന്റർടൈൻഡ് ആവണില്ല എന്ന് എനിക്കറിയാം. മേ ബി ഫിസിക്കൽ ആവുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഞാനിങ്ങനെ നോക്കുമ്പോഴേ എനിക്ക് എന്റെ സ്ക്രീനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ സ്ക്രീനിലോട്ട് നോക്കിയിട്ടാ ക്ലാസ് എടുക്കുന്നത്. അതിൽ ആളുകൾ എങ്ങനെ എല്ലാവരും കാണാനൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഓണാക്കി വരെ പോലും എന്റെ സിസ്റ്റത്തിലേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ഇടുന്നത് കേട്ടോ. അപ്പോ നമ്മള് പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തില് ഇൻഹിബിറ്റ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഈ ന്യൂറോൺസിന്റെ ട്രാൻസ്മിഷനെ തടസ്സപ്പെടുത്തുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള എൻസൈമുകൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോ? ഞെട്ടുമ്പോൾ, സങ്കടമുള്ളത് കേൾക്കുമ്പോൾ, സന്തോഷമുള്ളത് കേൾക്കുമ്പോൾ, വിഷമാവുമ്പോൾ, അങ്ങനെ ഓരോ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളിലും ഇതൊക്കെ മാറും. അപ്പോ പലപ്പോഴും നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നുള്ള ഒരു ബാനറിന്റെ താഴെയാണ് ഇതൊക്കെ പറയാറ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പിക്ചർ വെച്ചത് മാത്രം. അതുപോലെ ഉറക്കമില്ലായ്മ വരും അല്ലെ? ഉറക്കമില്ലായ്മ വരുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. ഇപ്പോ അഡ്രിനാലിന്റെ പ്രൊഡക്ഷൻ കൂടി എന്ന് വിചാരിക്കും, ഉറക്കം വരാതിരിക്കും. ഉറക്കം
ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലാവുണ്ടോ? അതുപോലെ ഇപ്പൊ സെറോട്ടോണിന്റെ ഒക്കെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അവരൊക്കെ പലപ്പോഴും ഈ സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ അടുത്ത കാലത്ത് കേട്ട സംഗതികളായതുകൊണ്ടാണ് ഈ സെറാട്ടോണിൻ എന്നൊക്കെ ഡോപ്പമൈൻ എന്നൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഉദാഹരണമായിട്ട് പറയുന്നത്. അത് വേറെ തന്നെ ഒരു കേസാണ്. കാരണം ലഹരി അത് വേറെ തന്നെ കേസാണ്. അപ്പൊ ഇൻസോംനിയ അതുപോലെ തലവേദനിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അഡ്രിനാലിന്റെ പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നല്ല പ്രഷർ കൂടും. ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹെഡ് ഏക്ക് വരാൻ തുടങ്ങും. നമ്മൾ ചിലപ്പോഴൊക്കെ ഹെഡ് ഏക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ നെറ്റിയിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പമ്പിങ് ആയിരിക്കും ബ്ലഡ്, അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പിന്നെ ബ്ലഡ് പ്രഷറിനെ പ്രൊമോട്ട് ചെയ്യുന്ന എൻസൈം ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്. അതുപോലെ ഹാർട്ടിന് പാൽപിറ്റേഷൻ കൂടും, നമുക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് കൂടുക. അതൊക്കെ ഈ ഹെഡ് ഏക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. അതുപോലെ നമുക്ക് ക്ഷീണം വരാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് ചില ന്യൂസസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലരൊക്കെ ഒന്ന് തളർന്ന് അവിടെ ഇരിക്കും, അല്ലേ? പിന്നെ അവർ കിടക്കും, അവർക്ക് പിന്നെ എണീക്കാനോ ആകെ കുഴഞ്ഞു പോകും, അല്ലേ? ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ ഇതിലൊക്കെ ഞാൻ വലിയ ഡിബേറ്റിന് നിൽക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഡോക്ടറെ കുഴയുന്ന കാര്യം എനിക്കറിയില്ല, ഞാൻ കുഴയാറില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുഴയുന്നത് കണ്ടിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ എന്നോട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡോക്ടർ അതെങ്ങനെ സംഭവിക്കുന്നത് അല്ലെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊക്കെ എല്ലാവർക്കും എഗ്രി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അതുപോലെ എന്തുണ്ടാവും? ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അത് നേരത്തെ പറഞ്ഞ പോലെ പാൽപിറ്റേഷൻ കൂടുമ്പോൾ പൊതുവെ എന്ത് ചെയ്യും? ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ചില ആളുകൾക്ക് കുഴച്ചിൽ വരുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന വാക്ക് ഇറഗുലാരിറ്റി. കാരണം നമ്മൾ ഇനിയൊരു കൗൺസിലിംഗ് ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇതൊരു ഹോർമോണൽ ഇറഗുലാരിറ്റിയാണ്. ഹോർമോൺ കൂടിയത് കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഹോർമോൺ കുറഞ്ഞത് കൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള വാക്കുകളാണ് അതൊക്കെ, അല്ലെ? കുറഞ്ഞത്, കൂടിയത്. അപ്പൊ ഏത് ഹോർമോൺ കൂടിയത്, ഏത് ഹോർമോൺ കുറഞ്ഞത്, ഇതിലൊക്കെ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ പഠനങ്ങൾ മാത്രം. ന്യൂറോണുമായിട്ടുള്ള പഠനങ്ങളിലൊക്കെ നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. ജെനറ്റിക്സുമായ പഠനങ്ങളൊക്കെ പലപ്പോഴും 2% മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊരു ഇറഗുലാരിറ്റിയാണ്. മനസ്സിലാവുണ്ടോ? അതുപോലെ പലപ്പോഴും ആളുകൾക്ക് വയറിന് ഒരു അപ്സെറ്റ് ആവുക എന്നുള്ളൊരു വിഷയം ഉണ്ടാവാറ്, അല്ലെ? ചിലർക്ക് വിശപ്പ് കൂടുക ചെയ്യാം. ഞാൻ ആ ടൈപ്പിലുള്ള ഒരാളാണ്. അതായത് എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ തോന്നും. അത്തരത്തിലുള്ള എത്ര ആളുകളുണ്ട്? എനിക്ക് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള സെറ്റപ്പ് അറിയില്ല, അല്ലെ? ആ താഴെ പോയി കഴിഞ്ഞാൽ റിയാക്ഷൻസിൽ കാണുമല്ലോ ഹാൻഡ് റൈസ്. ഈ ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന എത്ര ആളുകളുണ്ട് ആങ്സൈറ്റി വന്നാൽ? യെസ്, മീ. യെസ് യെസ്, സ്വപ്ന. ഓക്കെ, ഗുഡ്. അങ്ങനെ കുറെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ടെൻഷൻ വന്ന ഭക്ഷണം വേണ്ട, പിന്നെ ഭക്ഷണേ കഴിക്കാൻ തോന്നാത്ത ആളുകളുണ്ട്, അല്ലെ? എല്ലാ ആളുകൾക്കും സ്പെസിഫിക് തിയറി അല്ലെങ്കിൽ ഈ സ്പെസിഫിക് ലോജിക്ക് എന്ത് ചെയ്യില്ല, ആങ്സൈറ്റിയിൽ വർക്ക് ആവില്ല. അതാണ് ഇതിന്റെ കാര്യം, അല്ലെ? അതായത് ഇപ്പൊ ഞാൻ എന്റെ ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവും ഭക്ഷണം വേണ്ടെന്ന് തോന്നും ടെൻഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോ റെസ്പോണ്ട് ചെയ്യുന്നവര് അങ്ങനെയുള്ള ആളുകളായിരിക്കും, അല്ലെ? അപ്പോ ഈ ഡൈജഷൻ ഇഷ്യൂസ് വരും. അതാണ് ഈ അപ്സെറ്റ് എന്ന് പറയും. അല്ലാതെ ഇത് കൂടുക കുറയുക എന്നുള്ളതല്ല. അതുപോലെ ചിലപ്പോഴൊക്കെ എന്തുണ്ടാവും, നമുക്ക് ഷിവറിംഗ് ഒക്കെ വരും. അപ്പൊ ഈ മസിൽസിനെയാണ് അത് ബാധിക്കുന്നത്. മസിൽസിന് ടെൻഷൻ കയറും. ചില ആളുകൾക്ക് ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ബോഡിയൊക്കെ അങ്ങ് തണുക്കും, എന്നിട്ട് അങ്ങ് മസിൽ കയറും ഭയങ്കരമായിട്ട്. ആള് പിന്നെ ചിലപ്പോ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോ കാണാം കാലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. അയാൾ തീരെ വളർച്ച വളരില്ല. അപ്പോ അത്തരത്തില് നമുക്ക് മസിൽസിന് ടെൻഷൻ വരും. പിന്നെ റാഷസ് പലപ്പോഴും പെട്ടെന്ന് റാഷസിൽ സംശയമുള്ള ആളുകൾ, അതായത് ഒരു സ്ട്രെസ് വരുമ്പോ റാഷസ് ഞാൻ ഇന്നേവരെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല.
അനുഭവിച്ചിട്ടുമില്ല എന്ന് പറയാനുള്ള ആളുകളൊന്ന് മൈക്കെടുത്ത്. അതായത് അങ്ങനെ ഇല്ല, റാഷസ് വരാൻ ചാൻസ് ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. റാഷസിന് സംശയം. ഫസീല കണ്ടിട്ടില്ല അല്ലെ? ഫാസില ഫാസില. അല്ലെ? ഫാസില കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഫാസില ഞാൻ കണ്ടിട്ടില്ല. പേഴ്സണലി വോയിസ് മെസ്സേജ് ചെയ്യും. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അല്ലെ? രണ്ടാളായി. ഭൂരിപക്ഷം കിട്ടണം എന്നാലേ പറയുള്ളൂ, ഇല്ലേ ഇവിടെ പൂട്ടും. കണ്ടിട്ടില്ല അല്ലെ? ഞാൻ കണ്ടിട്ടില്ല. അവിടെ മെസ്സേജസ് വരുന്നുണ്ട് അല്ലെ? സത്യത്തില് നമ്മൾ ചില അസുഖങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പോ സോറിയാസിസ്, ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ അറിയുന്നുണ്ടാവും സോറിയാസിസ്. അതുപോലെ ചില അലർജിക് ഡിസീസസ് ഉണ്ട്. ഹോർമോണുകളുടെ ഇംബാലൻസ് കാരണം ചൊറിച്ചിൽ സ്റ്റാർട്ട്, ഈ ഹിസ്റ്റമിന്റെ അളവൊക്കെ വർദ്ധിക്കുക, എന്നിട്ട് ചൊറിച്ചിൽ തുടങ്ങുക. സോറിയാസിസ് ഉള്ള ആളുകളോട് എപ്പോഴും ആളുകൾ, ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ടെൻഷൻ ആവുമ്പോഴാണ് കൂടുതൽ ചൊറിയാട്ടോ. കേട്ടിട്ടുണ്ടോ ഈ സോറിയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തെ പറ്റി? അതുപോലെ ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസുകളിലും ചില നമ്മളിപ്പോ കരപ്പൻ എന്നൊക്കെ പറയുന്ന, മലയാളത്തിൽ പറയുന്ന ചില അസുഖങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ ടെൻഷൻ വരുമ്പോ ചിലരുടെ ഒരു ആക്ഷൻ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു 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 പ്രത്യേകതര ആക്ഷൻ. ഇത് ശരിക്കും എന്താന്ന് വെച്ചാല്, ആ ആള് ഒരു സോറിയാസിസ് പേഷ്യന്റ് ആണെങ്കിൽ ടെൻഷൻ ഉള്ള ദിവസം അയാൾ നന്നായിട്ട് തല ചൊറിഞ്ഞ് 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 ചിലപ്പോ പൊട്ടിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ചില ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോ നമുക്ക് ഉറപ്പായി അല്ലെ, ആർക്കെങ്കിലും മൈൻഡും ബോഡിയും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷനെ സംശയമുണ്ടോ ഇനി? അതായത് ബോഡി എങ്ങനെ, ഇപ്പോ മൈൻഡ് എന്ന് പറഞ്ഞത് ഒരു സാങ്കല്പിക സംഭവമായിട്ട് നിന്നിരുന്ന ഒരു സാധനം അതിനെ ബോഡിയായിട്ട് നന്നായിട്ട് കണക്ട് ആയി അല്ലെ? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായ പിന്നാലെ ഓടിയ സംഭവം മുതൽ അല്ലെ, ഒരു ബാഡ് ന്യൂസ് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ആഗ്രഹിക്കുന്ന സമയത്ത്. ഇപ്പൊ എന്റെ അടുത്തൊക്കെ ഇവിടെ ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റ് ചോദിക്കേണ്ടായിട്ടുണ്ട്, പനി വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് കടന്ന ചോദ്യം ഉത്തരവാണ് കേട്ടോ. അതായത് ഇത് ചിലപ്പോ പബ്ലിക്കിൽ ചെന്നിട്ട് എന്താ അങ്ങനെ ഭയങ്കരമായിട്ട് പറയാൻ പറ്റില്ല. പനി വന്നു കഴിഞ്ഞാൽ ഇതിലും ചില ആളുകൾക്ക് ഉണ്ടാവും ആ സമയം, എനിക്ക് നല്ലൊരു കോഴി ബിരിയാണി, നല്ല പൊരിച്ച കോഴിയുടെ ബിരിയാണി കഴിക്കാൻ തോന്നുന്നു സാറേ. അതായത് പനിയിൽ പൊതുവെ നമുക്കറിയാലോ, നമ്മൾ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ സജസ്റ്റ് ചെയ്യാറില്ല അല്ലെ? കട്ടിയുള്ള ആഹാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒഴിവാക്കിപ്പിക്കുകയാണ് ചെയ്യുക അല്ലെ? കോഴി ബിരിയാണി കഴിക്കാൻ തോന്നും ഡോക്ടറെ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വിയർക്കും, പനി മാറും. അത്ര അടിപൊളി ഒരു മെഡിസിൻ വേറെ ഈ ലോകത്തുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ അയാളുടെ ഭാര്യനോട് ചോദിച്ചത്, ഇങ്ങനെയുള്ള ഓരോ വട്ടണി നിങ്ങൾക്ക് എന്നാ ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് പറഞ്ഞ ഈ ചെങ്ങായി കേൾക്കുവോ? അത് ഇയാൾക്ക് ഹോട്ടലിൽ പോയിട്ട് തന്നെ തിന്നണം. ഇതിന്റെ പ്രശ്നം കൂടിക്കൂടി വരുന്നുണ്ടോ? പനിയാണ് ചെങ്ങായിക്ക്, അതിലെന്നെ അയാൾക്ക് കോഴി ബിരിയാണി തിന്നണം, പൊരിച്ചതും വേണം. പെണ്ണുങ്ങൾ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ പറ്റൂല. അത് നല്ല അടിപൊളി ബിരിയാണി സെന്റർ ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മള് അടിപൊളി ബിരിയാണികൾ കിട്ടുന്ന സ്ഥലമില്ല. ബിരിയാണി സെന്ററിൽ പോയി, ബിരിയാണി സെന്ററിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി എണ്ണ ഇങ്ങനെ കറുകറുത്തിട്ട് ഇങ്ങനെ 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 അവര് കോഴി ഇങ്ങനെ മാറ്റി, രാവിലെ മുതലേ ഈ പരിപാടി ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല, എന്നാലും മിക്കവാറും എല്ലാ ബിരിയാണി സെന്ററുകളിലും അവര് എണ്ണ റീയൂസ് ചെയ്യും, അല്ലാതെ അവർക്ക് പറ്റൂല. ഒരു വലിയൊരു പാത്രത്തിലുണ്ടാവും. അങ്ങനെ ഞാന് ഇതിനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കണ്ടേ, അത് പനി മാറുന്നു ഡോക്ടറെ, അപ്പൊ നമുക്ക് കഴിച്ചൂടെ? അയാൾ ഭയങ്കര പ്രതീക്ഷയിലാണ് ചോദിക്കുന്നത്. ഇത് ഞാന് അങ്ങനെ നിങ്ങൾ പനി മാറ്റണ്ട, നിങ്ങൾ 4 ദിവസം മരിച്ചെടുക്കി പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഉത്തരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ നിങ്ങൾ അതിനോട് യോജിപ്പില്ലായിരിക്കാം. ഞാൻ മൂപ്പരോട് പറഞ്ഞത്, നിങ്ങൾ കഴിക്കുന്ന ബിരിയാണിയുടെ എണ്ണ, അതുപോലെ അവിടുത്തെ ഹൈജീന്, അതുകൊണ്ടുണ്ടാവുന്ന നിങ്ങളുടെ കംപ്ലീറ്റ് പിന്നെ ഹെൽത്ത് ഇഷ്യൂസും നിങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ ആഗ്രഹത്തിന് കഴിച്ച ആ സാധനം കൊണ്ട് പനി മാറുന്നു എന്നുള്ളത് സത്യമാണ്. അത് നിങ്ങൾക്ക് തുടരുന്നതിൽ തെറ്റില്ല, ശരിക്കത് തുടരുന്നതിൽ
അ- ആ ബിരിയാണി നന്നായിരുന്നെങ്കിൽ അത് കഴിച്ചാൽ അത് പിന്നെ ആ മൈൻഡിന്റെ സാറ്റിസ്ഫാക്ഷനിൽ ആ പനി മാറുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഹോമിയോക്കാരിൽ ഈ ലാറ്റൻസ് സോറാന്നൊക്കെ പറയും. ഹോമിയോക്കാരൊന്ന് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും. വേണ്ടാത്ത പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞിട്ട് ആരും സപ്പോർട്ട് ചെയ്യില്ലേ? ശൈലജ മാഡം, നമ്മുടെ ഒരു ഫിലോസഫിയില് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഞാനതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാല്, ഹോമിയോക്കാരനെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഞാന് ഡോക്ടർ എനിക്ക് അത്ര ഓർമ്മയില്ല, ഈ മനസ്സിന്റെ ഉള്ളില് ഒരു പ്രത്യേക ആഗ്രഹം വന്ന് കിടക്കുന്നുണ്ട്. അത് നടക്കാതിരിക്കുന്നത് നമ്മളെ ഒരു അസുഖത്തിലോട്ട് ലീഡ് ചെയ്യുന്ന, മനസ്സിലാവുണ്ടോ? ഇത് ഭയങ്കര ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോ പല മെഡിക്കൽ സയൻസുകളും മാറ്റി പറയാൻ തുടങ്ങി. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിക്കുക. ഇഷ്ടപ്പെടാതെ കഴിക്കുന്ന പല അവസ്ഥകളിലും ഇപ്പോ നമ്മൾ ഈ പഠനങ്ങളൊന്നും ഒരിക്കലും ടെക്സ്റ്റ് ബുക്കുകളിൽ പെട്ടെന്ന് വരില്ല. പഠനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുറേ പിന്നെ പ്രൂവൺ ആയിട്ടുള്ള അവസ്ഥകൾ ഒരു 10 കൊല്ലം 20 കൊല്ലമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സംഗതികളൊക്കെ എന്ത് ചെയ്യുള്ളൂ. നമ്മൾ പിൽക്കാലത്ത് ഇപ്പൊ ക്യാൻസറിന്റെ കാരണം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. കുറെ കാലമായി ക്യാൻസർ തുടങ്ങിയിട്ട്. സ്പെസിഫിക് ആയിട്ടൊരു കാരണം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റണില്ല. പലപ്പോഴും ജെനറ്റിക്സിന്റെ ഒക്കെ പ്രാധാന്യം എവിടെ വരുന്നത്. ജെനറ്റിക്സ് ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പഠനങ്ങൾ വളരെ കുറഞ്ഞ അളവിലേ നടന്നിട്ടുള്ളൂ. അപ്പോ നമ്മൾ ക്യാൻസർ എന്നുള്ള അസുഖത്തെ ഭയപ്പെടുന്നത് പോലും ഒരു പുതിയ പഠനത്തിലുണ്ടാവുക, അനാവശ്യമായി ക്യാൻസർ 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 എന്നുള്ള ഭയപ്പെടുന്നത് പോലും ക്യാൻസറിന്റെ ജീനുകളെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് പഠനങ്ങൾ. അതായത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളാണ്. ഇതൊന്നും ഫാക്റ്റ് ആയിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്കിതൊരു പബ്ലിക്കിൽ പറയാൻ പറ്റാത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത്തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇപ്പോ ആ വ്യക്തി കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ ഹൈജീന് അത് അയാൾ നോക്കണം. ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് അതിൽ ഇടപെടാൻ പറ്റൂല, നമുക്ക് അതിൽ സംസാരിക്കാനും അതിൽ അഭിപ്രായം പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റൂല. പക്ഷെ അവിടെ നടക്കുന്ന ഒരു ആഗ്രഹ പൂർത്തീകരണം ഉണ്ടല്ലോ, ഈ ആഗ്രഹ പൂർത്തീകരണത്തിൽ പനി മാറുന്നു എന്നുള്ളത്, അത് ഞാൻ എന്റെ മോനൊക്കെ പനി പിടിച്ച ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ, ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നതിൽ ചിലത് ഇങ്ങനെ ഭയങ്കര കട്ടടിക്കും, ഇങ്ങനെ ഇല്ലാത്ത കാര്യം വെച്ചടിക്കും. ചില ആളുകളെ പറ്റിയിട്ട് നമ്മുടെ ഈ സെമിനാർ എടുക്കുന്ന ആളുകളെ പറ്റിയിട്ടൊക്കെ പലപ്പോഴും ഈ കേൾക്കുന്ന ആളുകൾ പറയും ഇവര് ഈ പറയണ പോലെ തന്നെ അതൊക്കെ വെറുതെ അടിക്കാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സാധനങ്ങളിൽ വിശ്വസിച്ചാൽ ഞാൻ എൻ്റെ മക്കളുടെ എല്ലാ പനികളിലും വളരെ മിനിമം മെഡിസിൻ മാത്രം കൊടുക്കുന്ന ഒരാൾ. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇത് പറയാൻ ഭയങ്കര ടെൻഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ മക്കളുടെ അസുഖങ്ങളെ പറ്റിയിട്ടേ അല്ലാണ്ട് ഓവർ കോൺഫിഡൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം പനി വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഇതിലൊരു സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ, എന്റെ മോന് ഒരു 3 വയസ്സ് 2.5 വയസ്സൊക്കെ ഉള്ള ആ സമയത്ത് ഏറ്റവും മൂത്ത മോന് ഭയങ്കര ഇഷ്ടമാണ് ചക്കരമത്ത, തണ്ണിമത്തൻ ഉണ്ടല്ലോ. അപ്പൊ ഈ തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഓന് അത് കാരണം ഉണ്ടായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ അത്ര വേറൊരു ഫ്രൂട്ട് കൊണ്ട് ഉണ്ടായിട്ടില്ല. അതായത് ഇത് കഴിക്കുന്ന പിന്നെ ഒരു വയറ്റ് നോക്ക വളവളവളാന്ന് പോവുകയും ചെയ്യും. അതിൽ ഫുള്ള് തണ്ണിമത്തൻ ഇപ്പൊ കഴിച്ച പോലെ തന്നെ എടുക്കണുണ്ടാവും. അത് ഞങ്ങൾക്ക് ഇതിന്റെ കാരണം പോലും ഇതുവരെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല. അവന്റെ വയറിൽ തണ്ണിമത്തൻ നിൽക്കുകയല്ല, അത് പോലും. അപ്പോ ഈ പനിയുള്ള സമയത്ത് പിന്നെ അവനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എന്താ വേണ്ടത് ഞങ്ങൾ ചോദിച്ച് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കൊടുക്കും. അതായത് ചോറ് വേണ്ടെന്ന് പറഞ്ഞാൽ ചോറ് കൊടുക്കില്ല, നാരങ്ങളും മാത്രം കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുത്തും. അപ്പോ ഇതില് ഒരു കാര്യം എന്താന്ന് വെച്ചാല് മൂപ്പര് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിക്കൊണ്ടുവന്നു. ഭയങ്കര ടെമ്പറേച്ചർ ഉള്ള ഒരു സമയം ഞാൻ മെഡിസിൻ മടിയിലിരുത്തി കൊടുത്തു. ഞാൻ ആ തണ്ണിമത്തൻ അവന് ഇഷ്ടം എന്തുകൊണ്ടാന്ന് വെച്ചാൽ തണ്ണിമത്തൻ ഒന്ന് ഉരുട്ടണത് ഇഷ്ടം, പിന്നെ അത് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തുന്നത് ഒരു പ്രത്യേക ഇഷ്ടം. അപ്പൊ അവന്റെ മുമ്പിൽ വെച്ചിട്ട് അത് മുറിച്ചിട്ട് അവനത് കൊടുത്തു. ഇത് കൊടുത്ത് അവന് ആ പിന്നെ തണ്ണിമത്തൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുത്തി അവൻ അതിലിങ്ങനെ കളിച്ചു. പിന്നെ അവൻ ചിരിക്കാനൊക്കെ തുടങ്ങി. അതിന്റെ മുന്നേ എന്താന്ന് വെച്ചാൽ അവൻ ആകെ തള്ളായിരുന്നു.
അങ്ങനെ അവൻ ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പനി ഇങ്ങനെ വിട്ടേക്കാണ് കേട്ടോ. പനി ഇങ്ങനെ നന്നായിട്ട് വിട്ടേക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാവിലെ മുതലുള്ള പനി കണ്ടിട്ട് ഞാനതൊരു 3 ദിവസമോ 4 ദിവസമൊക്കെ പനി നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച പനി അതോട് പോയ പനി പിറ്റത്തെ ദിവസത്തോട്ട് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഇതേപോലെ ഏത് പനികൾ വരുമ്പോഴും അവനോട് ആദ്യം ചോദിക്കും ഏത് ഫ്രൂട്ട് മേടിക്കേണ്ടത്, ഏത് ഫ്രൂട്ടാ ജ്യൂസ് അടിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അവന് ഏതെങ്കിലും ഫ്രൂട്ട് പറയും, 2 ഫ്രൂട്ട് പറഞ്ഞ 2 ഫ്രൂട്ട് ആ മരുന്ന് എടുക്കുന്ന ആ പിന്നെ എമൗണ്ടിന് ചിലപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കും, അത് മാത്രം കൊടുക്കും. അവന്റെ ആ ഒരു മൈൻഡിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എപ്പോഴും തിന്നാൻ കൊടുത്തിട്ടുള്ള ആ ബുദ്ധിമുട്ടിക്കല് ഞങ്ങൾ പനിയുള്ളപ്പോ ചെയ്യാറില്ല. എപ്പോഴും തിന്നാൻ കൊടുത്ത് ഇങ്ങനെ ഉമ്മാരുണ്ടല്ലോ ഇത് കഴിക്കുന്ന വായിൽ തിരികിട്ടോ അല്ലെങ്കിൽ അവർക്ക് വെറുപ്പാണ്. നമ്മളും ഒരു പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളോട് ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി വീട്ടിലുണ്ടാക്കാൻ വിചാരിക്കും. ഞാൻ ഈ സൈക്കോളജി ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആവശ്യം എക്സാമ്പിൾസ് പറയുന്നത്. അതായത് നമ്മൾ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നല്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ടായിരുന്നു. നമ്മൾ അടുക്കളയിൽ ചെന്നിട്ട് എന്ത് ചോദിക്കുക, നിനക്ക് വേറൊരു ദിവസം ഉണ്ടായില്ല ഇത് ഉണ്ടാക്കാൻ, അല്ലേ, എനിക്ക് പനിയാന്നറിയില്ലേ. അപ്പൊ അവര് തിരിച്ച് നമ്മളോട് പറയുന്നത്, എടാ എനക്ക് ആകെ ഇഷ്ടമുള്ളത് ഇതല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അത് ഉണ്ടാക്കിയത്, ഇത് എന്തെങ്കിലും ഒന്ന് തിന്നട്ടെ വെച്ചിട്ട്. കൺസെപ്റ്റ് പിടുത്തം കിട്ടിയോ? അവര് വിചാരിച്ചത് എന്താന്ന് വെച്ചാല് അനക്ക് പനിയല്ലേ, അനക്ക് എന്തെങ്കിലും തിന്നാനും രുചി വേണ്ടേ, അപ്പൊ അനക്ക് ആകെ ഇഷ്ടമുള്ള സാധനം തന്നെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോ നമുക്കങ്ങനെ വെറുപ്പാവുകയാണ് ആ സാധനത്തിനോട്, അല്ലേ. അത് എന്നിട്ട് കഷ്ടപ്പെട്ട് അങ്ങ് കഴിച്ചു വിചാരിക്കുക. ചിലപ്പോ എന്തുണ്ടാവുകയാണ്, ചില സമയത്ത് ആ സാധനം നമുക്ക് എന്തുണ്ടാവും. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ആ ഒരു ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുടെ കാര്യമല്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരാൾക്ക് ചിലപ്പോഴൊക്കെ ഈ കനം കൂടിയ ഭക്ഷണങ്ങള് കഴിച്ചാൽ ഞാൻ ഇപ്പൊ ഛർദിക്കുന്നു തോന്നുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കഴിച്ചാൽ പിൽക്കാലത്ത് കുറച്ചു കാലത്തോട്ട് പിന്നെ ആ ഒരു സാധനത്തിനോട് ഭയങ്കര വെറുപ്പുണ്ടാവും. ഇത് നമ്മൾ കുട്ടികളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പരിഗണിക്കണം. അതായത് കുട്ടികളിൽ ആ സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് ക്ഷീണിക്കുന്നു പറഞ്ഞിട്ട് പിന്നാലെ നടന്ന് മറ്റുള്ള സമയത്ത് വെറുപ്പിക്കുന്നതിനേക്കാളൊക്കെ പോയിട്ട് വെറുപ്പിച്ച് നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് ആണ്. അപ്പോ അത്തരം വെറുപ്പിക്കലൊക്കെ നടത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവര് പിന്നെ ആ ഭക്ഷണം ഒന്ന് 2 വായ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3 വായ തിരിച്ച് പുറത്തോട്ട് ഛർദ്ദിച്ച് പിന്നെ അത് ഛർദ്ദിച്ചല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കൊടുക്കാൻ ശ്രമിച്ച് അത്തരം അവസ്ഥകളെ ഇനി നമ്മൾ സൈക്കോളജിക്കലായിട്ട് കൂടെ കാണണം. ഓക്കെ. അപ്പൊ നമ്മള് ശരിക്ക് സ്കിൻ റാഷസിന്റെ കാര്യം കൂടെയാണ് നമ്മളതിൽ ഒരു സംശയം ഉണ്ടാവും എന്ന് വിചാരിച്ച ഒരു കാര്യം. ഇതിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സിംറ്റവും എത്തരത്തിൽ വരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഓക്കെ. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മളെപ്പോഴും വയറിനെ, ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ കാര്യം പറയുമ്പോൾ ഈ ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ചെല്ലുന്ന പേഷ്യൻസിനോട് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഈ എന്തെങ്കിലും ആങ്സൈറ്റി ഇഷ്യൂസ് വയറിന്റെ പ്രശ്നമായിട്ട് ചെല്ലുന്ന ആളോട് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തെങ്കിലും സ്ട്രെസ്സോ പിന്നെ ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകം ഒന്ന് എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ് വയർ, അല്ലെ. അപ്പൊ ഈ വയറിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ഈ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് പറയാം. സാധാരണ രീതിയിൽ ദഹന വ്യവസ്ഥ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നു, അല്ലെ. പിന്നെ എന്ത് ചെയ്യുന്നു, ഇൻജക്ട് ചെയ്തിട്ട് പിന്നെ വയറിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, ദഹനം നടക്കുന്നു. അതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നു, അല്ലെ. പിന്നെ എന്ത് ചെയ്യുന്നു, അവസാനം അതിന്റെ ചണ്ടി അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ഈ ഒരു വഴി എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് സംഭവം എടുത്ത് കിട്ടിയില്ല, വായ വഴി കയറി ഇതാ നമ്മുടെ ട്യൂബ്, ഈ ട്യൂബ് വഴി ഇതാണ് ആമാശയം. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് എന്റെ മൗസ് കറക്റ്റ് ആയിട്ടാണ് കാണുന്നത് വിചാരിക്കുന്നു, അല്ലെ. ഈ ആമാശയം കഴിഞ്ഞാൽ, ഈ ആമാശയത്തിന്റെ ദഹനം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, പിന്നെ ചെറുകുടലിലോട്ട് പോകുന്നു. ചെറുകുടലിൽ കുറേ വളഞ്ഞെടുക്കുന്ന കുറേ നടുഭാഗത്തായിട്ട് കാണുന്ന ഈ കുറേ പാർട്ടുകൾ, ഇതൊക്കെ ഒരൊറ്റ പൈപ്പാണ് കേട്ടോ. പല പൈപ്പുകളാന്ന് വിചാരിക്കരുത്, ഒരൊറ്റ പൈപ്പിന് ഒരൊറ്റ എൻഡ് മാത്രമേ ഉള്ളൂ. അതങ്ങനെ പോയി അവസാനം ഇതാ ഈ ഒരു ഏരിയ ആണ് അപ്പൻഡിക്സ് ഒക്കെ ഉള്ള ഏരിയ. ഈ അപ്പൻഡിക്സ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുകുടലും വൻകുടലുമായിട്ട് ബന്ധിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ വലത് കൈയിന്റെ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ
അമർത്തി നോക്കുന്നത് ഈ വയറുവേദന പറയുന്ന സമയത്ത് വലത് ഭാഗത്താണോ വേദന എന്ന് ചോദിച്ച് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം ഈ അപ്പൻഡിക്സിന്റെ ഏരിയ വലത് ഭാഗത്താണ്. ഇവിടുന്ന് തുടങ്ങി ഈ മുകളിലോട്ടും ഇതുപോലെ ഈ ഇടത് സൈഡിലോട്ടും തിരിച്ച് താഴോട്ടും വന്നു കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്നത് എന്തായി? ഈ ഭക്ഷണം ഉള്ളിൽ കയറി പുറത്തു പോകുന്ന ആ റൂട്ടായി. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ രണ്ട് അസുഖങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസസ് ആണ് ഈ GERD, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് കേട്ടോ ഒന്ന്. രണ്ടാമത്തത് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഈ രണ്ട് അസുഖങ്ങളെ പറ്റി കേട്ട ആളുകളുണ്ടല്ലോ. ഇതില് ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞത് വേറെ പ്രശ്നമുണ്ട് അല്ലെ? ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞത് ക്ലിയർ ചെയ്യാന്. ഓക്കെ. ഈ രണ്ട് അസുഖങ്ങളെ പറ്റിയിട്ടും കേട്ടിട്ടുള്ള ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഡോക്ടേഴ്സ് അല്ലാത്തവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഒന്ന് GERD, ചിലര് ജർദ് എന്നൊക്കെ വായിച്ചിട്ടുണ്ടാവും മുന്നെപ്പോഴെങ്കിലും ഒക്കെ. അല്ലെങ്കിൽ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ആർക്കെങ്കിലും ഫാമിലിയിൽ വന്നതോ ബ്രദറിന് വന്നതോ ഉമ്മാക്ക് വന്നതോ അങ്ങനെ ഒന്നും? ഓക്കെ, ഗുഡ്. ഓക്കെ, സമയം കഴിഞ്ഞു അല്ലെ? അപ്പോ കൂടുതൽ ആളുകൾക്കും അറിയാത്ത അസുഖം എന്നുള്ള രീതിയിൽ ഈ GERD, അതായത് അതിന്റെ പിന്നെ ഒരു അബ്രിവേഷൻ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ അസുഖം എന്താണെന്ന് മനസ്സിലാവും. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. അതായത് ഈ കഴിഞ്ഞ സ്ലൈഡിൽ നമുക്ക് കാണാം, ഇതാണ് ആമാശയം. മനസ്സിലാവുണ്ടോ? ഈ ഒരു കുറച്ച് വീർത്തിരിക്കുന്ന ഭാഗം. ഈ ആമാശയത്തിലാണ് ദഹനം നടക്കുന്നത്. നമ്മൾ കഴിച്ച ആഹാരം നേരെ ഈ ഒരു ട്യൂബ് വഴി, ഈ ട്യൂബിന് പറയുന്ന പേരാണ് ഈസോഫാഗസ്. ഈ ഈസോഫാഗസ് വന്ന് മുട്ടുന്നത് സ്റ്റൊമക്കിനാണ്. ഈ ഗ്യാസ്ട്രിക് ഏരിയ എന്ന് പലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ. അതായത് ഗ്യാസ് ഉള്ള ആൾക്ക് നമ്മൾ മെഡിക്കലി പറയുന്ന ആളെന്ന് അയാൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആണ് എന്ന്. നമ്മൾ ശരിക്കും ഈ അസിഡിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ വേർഡാണ്. അയാൾക്ക് അസിഡിറ്റി ആണെന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ നമ്മൾ സാധാരണക്കാർ പറയുന്ന വേർഡാണ്. ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ളതാണ് എന്ത്, നമ്മുടെ ഗ്യാസുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഗ്യാസ് ആണെന്ന് പറയുന്നതിന് നമ്മൾ മെഡിക്കലി ഉപയോഗിക്കുന്ന ഒരു വേർഡ്. ആ വയറിന്റെ ഇൻഫ്ലമേഷൻ. ഓക്കെ, ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്റെ മൗസ് കറക്റ്റ് ആയിട്ട് കാണാനുണ്ട്? മൗസ് കണ്ട് അല്ലേ? എനിക്ക് മാത്രം കാണാനില്ലല്ലോ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് മുകളിൽ നിന്ന് താഴോട്ട് വന്ന ഭക്ഷണം തിരിച്ചു മുകളിലോട്ട് കയറി പോവാതിരിക്കാൻ ഒരു വാൾവുണ്ട്. മനസ്സിലാവുണ്ടോ? ഒരു വാൾവ്. ഈ വാൾവ് എന്തിനാ? നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വരുന്നത് കൂട്ടി വെക്കാനൊക്കെ നമ്മൾ വാൾവ് ഉപയോഗിക്കുന്നത്. അത് അവരെ അടപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ തലകുത്തി എന്ന് വിചാരിക്കുക, നേരെ ഭക്ഷണം അങ്ങനെയായിട്ട് പോരാറുണ്ടോ? പോരാറില്ല. ശരിക്കും നിൽക്കാനൊന്നും പാടില്ല. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോരുന്നില്ല. കാരണം ആ ഭക്ഷണം എവിടെയോ തങ്ങി നിൽക്കുന്നുണ്ട്, വയറിന്റെ ഉള്ളിൽ അവിടെ തങ്ങി നിൽക്കുന്നുണ്ട് അല്ലെ? ശരിക്ക് ഈ ഒരു വാൾവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ തിരിഞ്ഞാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം പുറത്തു വരണ്ടേ? അപ്പോ ഇതിനെ അങ്ങോട്ട് പാസ് ചെയ്യാൻ സമ്മതിക്കും, ഇങ്ങോട്ട് തിരിച്ചു കയറാൻ സമ്മതിക്കാത്ത ഒരു വാൾവുണ്ട്. അതിന് പിന്നെ ഈസോഫാജിയൽ സ്ഫിൻക്റ്റർ എന്ന് പറയും. മനസ്സിലാവുണ്ടോ? ആ വാൾവിന് ചില സമയത്ത് എന്തുണ്ടാവും? ബലഹീനത സംഭവിക്കും. ആ വാൾവ് എങ്ങാനും ബലഹീനമായി പോയി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ഉള്ളിലുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ കുടിച്ച ആളാണെന്നുണ്ടെങ്കിൽ പുറത്തേക്കിങ്ങനെ മോളിങ്ങനെ തള്ളി കീറും. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇപ്പോ ആ ഭാഗം മാത്രം എടുത്തൊന്ന് കാണിക്കാണ്. സാധാരണ ഈ ഒരു സംഭവം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ വയറാണ്. ഈ ഗ്യാസ് ഉള്ള പിന്നെ ആളുടെ, അതായത് GERD, പിന്നെ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് എന്നുള്ള അസുഖത്തിന്റെ ആളുടെ വയറിന്റെ ഉള്ളിലെ ആമാശയത്തിന് മുകളിലോട്ട് പോകുന്ന സ്ഫിൻക്റ്ററിന് കണ്ടോ, ഒരു വാൾവിന് ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയേക്കാം. ഇവിടെ അടഞ്ഞു കിടക്കുന്നു, അവിടെ പോയി തള്ളി അവിടെ തട്ടി തിരിച്ചു വരികയാണ്.
മനസ്സിലാവുണ്ടോ? ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മുകളിലോട്ട് കയറി വരിക. ഈ മുകളിലോട്ട് കയറി വന്നാലുള്ള പ്രശ്നം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കഴിച്ച ഭക്ഷണമാണ്. ഈ കഴിച്ച ഭക്ഷണം തിരിച്ച് മുകളിലോട്ട് കയറി എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ ഭക്ഷണം വന്നിട്ട് ആമാശയത്തിൽ വന്ന് വീണാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെ കുറേ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ലായനി, കുറേ ആസിഡുകൾ ചേർന്ന ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഇത് കിടന്ന് എന്ത് ചെയ്യും? ഇതങ്ങ് കലരും. ഈ കലർന്ന വെള്ളമൊക്കെ പാടെ കൂടിയിട്ടുള്ള സാധനമാണ് ഇതിലുള്ളത്. ഇപ്പൊ പിന്നെ ഈ ഭാഗത്തുള്ളത്. ഇത് തിരിച്ചു മുകളിലോട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈസോഫാഗസിന് സാധാരണഗതിയിൽ ഈ ആസിഡിന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ആസിഡിന്റെ പൊള്ളലൊന്നും അറിയാത്ത ഭാഗം. അത് താങ്ങാൻ കഴിവുള്ളത് ഈ സ്റ്റൊമക് ബെഡിന് മാത്രമാണ്. സ്റ്റൊമക് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാശയത്തിന്റെ ചുമരുകൾ ഉണ്ടല്ലോ, ആമാശയത്തിന്റെ ചുമരുകളിലാണ് ഈ ആസിഡുകൾക്കൊക്കെ അല്ലെ ആസിഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആസിഡിന്റെ സ്വഭാവം എന്താ? ആസിഡിന്റെ സ്വഭാവം എന്താ? കുറെ നേരമായിട്ട് പുളി സൗണ്ട് കേൾക്കാം. പൊള്ളിക്കും. പുളി. ആസിഡിന്റെ സ്വഭാവം പുളി. ഓക്കെ. പുളി ഇനി ആസിഡിന്റെ മറ്റൊരു സ്വഭാവം, വീര്യം കൂടിയ ഒരു ആസിഡിന്റെ സ്വഭാവം പൊള്ളും കയ്യില്. പൊള്ളും. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ഗുഡ്. ഓക്കെ. ഈ പൊള്ളൽ സ്വഭാവം ആർക്കെങ്കിലും ഗ്യാസ് ഉള്ള ആളുകൾ എപ്പോഴെങ്കിലും അനുഭവിച്ചുള്ള ഒരു സാധനമുണ്ട്, ഈ നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞ സാധനം. പൊളിച്ചിങ്ങോട്ട് കേട്ടി വരും അല്ലേ? മൂക്കൊക്കെ നീറിയിട്ട് ബുദ്ധിമുട്ടിയിട്ടില്ലേ എപ്പോഴെങ്കിലും ഒക്കെ? ഒരു പ്രാവശ്യമെങ്കിലും മൂക്കൊക്കെ അയ്യോ എന്ത് ഞാൻ ലഡുവാണല്ലോ കഴിച്ചത്, എന്താ എത്ര പുളിയുള്ള സാധനം കയറി വന്നതൊക്കെ ചിലപ്പോ തോന്നും. എത്ര പുളിയുള്ള സാധനം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്നിട്ട് എന്താ ഇങ്ങനെ ഇത്ര നീറൽ എന്താ വരാൻ കാരണം എന്നൊക്കെ ചിലപ്പോ തോന്നിപ്പോവാറുണ്ട്. ഈ കഴിച്ച സാധനത്തിൽ ഇത്ര പൊടി ഉണ്ടായിരുന്നു, ഇത്ര ഇരുണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. അത് സത്യത്തിൽ ആസിഡിന്റെ പ്രസൻസ് ആണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ ആസിഡ് എന്തിനാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വെക്കുമ്പോൾ ഉമിനീര് വരുന്നത് പോലെ തന്നെ നമ്മുടെ വായിൽ ചവക്കൽ നടക്കുമ്പോൾ തന്നെ വയറിന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടു നടക്കും എന്ത്? ഈ ആസിഡുകൾ. ഈ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആസിഡിൽ ഭക്ഷണം വീഴുന്ന് ഈ ഭക്ഷണം എന്ത് ചെയ്യും? നല്ലോണം ആ ഒരു ലായനിയായിട്ട് ആ മിശ്രിതവുമായിട്ട് നന്നായിട്ട് കൂടിക്കലർന്ന് അതെന്ത് ചെയ്യും? ദ്രവിച്ചു തുടങ്ങും. ഈ ദ്രവിക്കൽ പ്രോസസ്സിനെയാണ് എന്ത് നമ്മൾ സാധാരണഗതിയിൽ ദഹനം എന്ന് പറയുന്നത് അല്ലെ? ഈ ദഹനം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം മുകളിലോട്ട് കയറി വരാൻ പാടില്ല, അത് നേരെ അങ്ങ് പോകണം പുറത്തോട്ട്. ഏത്? ഞാൻ നേരത്തെ പറഞ്ഞ വഴി ഉണ്ടല്ലോ, ചെറുകുടല് വൻകുടല് പിന്നെ അങ്ങ് പുറത്തോട്ട് പോകുന്ന ആ വഴിയിലൂടെ അങ്ങനെ പോകണം. പലപ്പോഴും ഈ സ്ഫിങ്ക്ടറിന്റെ ഈ ഈസോഫാജിയൽ സ്ഫിങ്ക്ടറിന്റെ ബലഹീനത മൂലം ഇത് മുകളിലോട്ട് കയറി വരും. മനസ്സിലാവുണ്ടോ? ഇനി ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന്, ഇതൊക്കെ ഇപ്പൊ ഞങ്ങളോട് എന്തിനാ പറയുന്നത്? അതായത് ഇതൊക്കെ ഇപ്പൊ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് എടുക്കേണ്ട പണിയല്ലേ? ഇതിപ്പോ ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത് അല്ലേ? ഈ വിഷയം എന്താന്ന് വെച്ചാല് നമ്മുടെ വയറ് ആളുന്ന ഒരു സംഭവം, അവിടെ എക്സസ് ആസിഡ് പ്രൊഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഈ എക്സസ് ആസിഡ് പ്രൊഡക്ഷൻ, അതായത് വയറ് കടത്ത് പെട്ടെന്ന് ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ എപ്പോഴും വേവലാതി പിടിച്ച് നടക്കുന്ന ആൾക്ക് വയറിൽ എപ്പോഴും ഒരു ഉരുള കയറുക, ഒരു 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 വയറ് കാളിച്ചാന്നൊക്കെ പറയുന്ന ആളുകളുടെ ആസിഡിന്റെ പ്രൊഡക്ഷനിൽ തന്നെ എന്തുണ്ടാവും? പ്രശ്നങ്ങൾ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതിങ്ങനെ ഇടക്കിടക്ക് ആസിഡ്സ് റിലീസ് ആയി കഴിഞ്ഞാൽ അവിടെ ആസിഡിറ്റി കൂടും. അവിടെയാണ് നമ്മൾ അസിഡിറ്റി ആണ് ഇയാൾക്ക്. കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു വാക്കും കൂടെ കേട്ടിട്ടുണ്ടാവും, അസിഡിറ്റി ആണ് ഇയാൾക്ക്. അപ്പൊ ഈ അസിഡിറ്റി എക്സസ് ആവുന്നത് പലപ്പോഴും ടെൻഷനിലും സ്ട്രെസ്സിലൊക്കെയാണ്. അപ്പോ ഇത്തരത്തില് മുകളിലോട്ട് വന്നിട്ട് ആ സ്പിൽറ്ററിന്റെ മുകളിൽ ഇങ്ങനെ ഇത് തട്ടി 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 എപ്പോഴും തട്ടി തട്ടി എന്തുണ്ടാവും? ആ സ്പിൽറ്റർ വീക്ക് ആവാൻ തുടങ്ങും. ആ സ്പിൽറ്റർ ആ വാൾവ് തുറക്കും. ആ വാൾവിൽ നിന്ന് മുകളിലോട്ട് നെഞ്ചരിച്ചല് പോലെ കയറാൻ തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ നെഞ്ചിലൊരു കുരുത്തം, അതുപോലെ നീറൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്തരം ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടാറുണ്ട്. ഓക്കെ. ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ചെയ്തി കൂടി ഉണ്ട്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അത് പലപ്പോഴും ചില മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോഴൊക്കെ വീഡിയോകളിലൊക്കെ വന്നിട്ട് പറയാറുണ്ട് അങ്ങനെ സംഭവം ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാ, ഞാൻ വർഷങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു 13 വർഷമായിട്ട് അൾസർ ഉള്ള ഒരു കേസ് എനിക്ക് ട്രീറ്റ് ചെയ്യാനുള്ളത്. എനിക്ക് എന്താ വെച്ചാൽ അത്രയും സ്ട്രൈക്ക് ചെയ്ത് മനസ്സിൽ നിന്നൊരു കേസ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അവരോട് ഞാൻ പറഞ്ഞിരുന്നു, ഭക്ഷണത്തിന് തൊട്ട് മുന്നേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ ഉള്ള വെള്ളം കൂടി നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. സംഭവം മനസ്സിലായില്ലേ? ഭക്ഷണത്തിന്റെ തൊട്ട് മുന്നേ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുക.
കഴിച്ചു കഴിഞ്ഞ ഉടനെ ഒരു വലിയ ഗ്ലാസ്, ഇപ്പോഴത്തെ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എത്ര നീളം കൂടണോ അത്രയും ഭംഗി കണക്കാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മള് ഗ്ലാസ്സുകളുടെ ഒക്കെ നീളം അങ്ങനെ കൂടിക്കൂടി പോവാ. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറഞ്ഞ 1 ലിറ്റർ വെള്ളം. അപ്പൊ ഇത്രയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിലൂടെ ആകെ വെള്ളം തങ്ങി. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വെള്ളത്തിന്റെ അളവ് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം, വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ എന്ന് വിചാരിക്കാം, ഭക്ഷണം അത് എത്രയേ നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇത് പൊതുവെ മുകളിലോട്ട് തള്ളിക്കയറാനുള്ള ചാൻസ് കുറയല്ലേ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ആഹാര പദാർത്ഥങ്ങൾ ചെന്നിട്ട് ഈ ആസിഡിൽ കിടന്ന് വീണ് ദ്രവിക്കേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് ഈ ആസിഡിന് ഒരു പവർ വേണ്ടേ. ഈ ആസിഡിന് ഒരു 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 തനതായ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ വേണ്ടേ. ആ കോൺസെൻട്രേഷനിലോട്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഭക്ഷണത്തിന് തൊട്ട് മുന്നേ, കഴിച്ചു കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടൊഴിക്കുന്നത്. അപ്പോ പലപ്പോഴും ഇതിന്റെ ദഹനത്തിന്റെ സമയം വ്യത്യാസപ്പെടും. അതേപോലെ എന്തുണ്ടാവും, വെള്ളം ഇതിന്റെ അളവിനെ കൂട്ടും. അങ്ങനെ എന്ത് ചെയ്യും, ഇത് ഈ സ്പിങ്ക്ടറിന്റെ മുകളിൽ സ്ഥിരമായി തട്ടിയിട്ട് അവിടെ ഒരു കേടുപാട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സംഭവപ്പെട്ട് കിട്ടി. എന്തെങ്കിലും ചോദിക്കാട്ടോ, ഡൗട്ട് ആണെങ്കിലൊക്കെ ചോദിക്കാട്ടോ. സാറാ പറഞ്ഞ ഒന്നും കൂടെ പറയോ? വെള്ളം കുടിക്കരുത് എന്നാണോ പറയുന്നത്? യെസ്, വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് വെള്ളം കുടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ, നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉമിനീര് കലർന്ന ഭക്ഷണ പദാർത്ഥം ചവച്ച് നമ്മൾ വയറിലോട്ട് ഇറക്കുന്നു. ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്തുണ്ടാവുന്നു, അത് നമ്മുടെ ആസിഡുമായി പ്രവർത്തിച്ച് നന്നായി ദഹിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കുടലിലോട്ട് അങ്ങനെ ഡിയോഡിന് വഴിയൊക്കെ അങ്ങനെ പോകണം. അങ്ങനെ ആ പോകുന്ന പോക്കില് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് വെള്ളം ഒഴിക്കുകയാണ്. അതായത് തൊട്ട് മുന്നേ, ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അധികം ഭക്ഷണം കഴിക്കേണ്ടി വരുമല്ലോ. കാരണം എന്താ, ഈ ആമാശയം പെട്ടെന്ന് ഫില്ലായ പോലെ ഫീൽ ചെയ്യും. ഈ ഫില്ലായി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് GERDയിലോട്ടുള്ള പോക്ക്. മനസ്സിലാവുണ്ടോ? പലപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിനെ ചിലപ്പോഴും ഇതിന് പ്രശ്നമില്ല എന്ന് പറയുന്ന സിസ്റ്റം ചിലപ്പോ ഇതിന് മെഡിസിൻ കൊടുത്ത് ഇതിനെ താഴ്ത്താൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കും അവരത് പറയുന്നത്. പക്ഷെ ഒരു നമ്മുടെ നാച്ചുറൽ ആയിട്ട് ഈ ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, ഒരു മരുന്നില്ലാതെ ഈ അവസ്ഥ, ഒരു ചെറിയ ഗ്യാസ്ട്രൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്ന പേഷ്യന്റിന് കൊടുക്കേണ്ട അഡ്വൈസിൽ നിർബന്ധമായിട്ടും വെള്ളം കൂടി കുറക്കുക എന്നുള്ളത്, ഭക്ഷണത്തിന്റെ കൂടെയുള്ള വെള്ളം കൂടി കുറക്കുക. അപ്പൊ നമ്മൾ പിന്നെ എപ്പോഴാണ് കുടിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഭക്ഷണത്തിന് തൊട്ട് മുന്നേ വേണ്ട എന്ന് പറഞ്ഞത്, വെള്ളം മാത്രമായിട്ട് ചെല്ലുന്നത് ഒരു 1/4 മണിക്കൂർ മുന്നേ ചെന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഭക്ഷണത്തിന്റെ ഇടയിൽ പിന്നെ തീരെ കൊടുക്കാതിരിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കേണ്ട സമയമാണ്. വെള്ളം കൂടി കുറക്കുക എന്ന് മാത്രം പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂത്രച്ചൂടായിട്ട് പേഷ്യന്റ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, വെള്ളം കൂടി ഒരു മണിക്കൂർ ഗ്യാപ്പിലോട്ട് മാറ്റുക എന്നുള്ളത്. അപ്പോ നമ്മൾ ചിലരൊക്കെ പറയും, ഭക്ഷണമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലേ, അതിന്റെ ഒരു ഇറങ്ങിപ്പോവാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ. പലപ്പോഴും കൂടുതൽ ഉമിനീര് ചേർക്കുക, ഇറക്കുക എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഭക്ഷണം കഴിഞ്ഞാൽ ഒരു 2 മുറുക്കൊക്കെ അനുവദിക്കാം. ആ 2 മുറുക്ക് പോയിട്ട് എന്ത് ചെയ്യില്ല, ഇതിനെ നടക്കൂല എന്ന് വിചാരിക്കാം. അതുപോലെ ആ ആസിഡിന്റെ കോൺസെൻട്രേഷൻ കളയില്ല എന്ന് വിചാരിക്കാം. ഒരു 2 മുറുക്കൊക്കെ അലൗ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അവര് ശീലിച്ചു വന്ന ശീലങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഓക്കെ, അടുത്ത ഈ ഗ്യാസ്ട്രോ ഈസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ് എങ്ങനെയാണ് സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്. എക്സസ് ആസിഡ്സ് പ്രൊഡക്ഷൻ ഉണ്ടാക്കും. പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ടല്ലോ, എനിക്ക് ഭയങ്കര വിശപ്പ് കൂടുതലാണ് ഈ ടെൻഷൻ വന്നാലും. അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ വായില് ഉമിനീര് വരുന്നത് പോലെ വയറില് പലപ്പോഴും എന്തുണ്ടാവും, ദഹിപ്പിക്കാനുള്ള ഓക്കെ അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാല്, പിന്നെ ദഹിപ്പിക്കാനുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അവിടെ ഉള്ളതൊക്കെ നന്നായിട്ട് ദഹിച്ചു പോയത് കൊണ്ട് തന്നെ പുതിയ ദഹിപ്പിക്കാനുള്ള സാധനത്തിനെ ഈ നെർവ് റിഫ്ലക്സുകൾ വഴി ആഗ്രഹിക്കുന്നതുമാണ് പലപ്പോഴും കൂടുതൽ വിശപ്പ് തോന്നാനുള്ള ഒരു കാരണം. പിടുത്തം കിട്ടിയോ? അതായത് എക്സസ് അസിഡിറ്റി വരുന്ന ആൾക്ക് എന്തെങ്കിലും ദഹിപ്പിക്കല്ലേ, ഇങ്ങനെ ദഹിപ്പിക്കാനുള്ള ടെൻഡൻസി വയറിന് ഉണ്ടാവുമ്പോൾ അവിടുന്ന് തിരിച്ചെന്തുണ്ടാവും. അതുപോലെ പലപ്പോഴും
കൂടുതൽ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്ന ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ എനിക്കത് ഇറങ്ങൂല അറിയും. കേട്ടിട്ടുണ്ടോ? എനിക്ക് ഇറങ്ങൂല. ആ ഈ ഇറങ്ങൂല എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഇറങ്ങാതിരിക്കുന്ന ആൾക്ക്, ഈ കുടിക്കുന്ന ആൾക്ക് മിക്കവാറും നമ്മുടെ തലച്ചോറിൽ നിന്ന് എന്തുണ്ടാവും, ഇയാള് സ്ഥിരമായി വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ സ്ഥിരമായി ഇവിടുന്ന് സിഗ്നൽ പോകും, എന്ത്, ഉമിനീരിന്റെ പ്രൊഡക്ഷൻ ഒന്ന് താഴ്ത്തിക്കോളൂ, ഇയാളുടെ വായിൽ അത്യാവശ്യം വെള്ളമുണ്ട്. മനസ്സിലാവുണ്ടോ? ഈ നെർവിന്റെ, ന്യൂറോൺസിന്റെ ഇമ്പൾസുകൾ അല്ലെങ്കിൽ അതിന്റെ സിഗ്നൽസിന് നമ്മൾ എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്യണം, നമ്മൾ അതിനെ മാനിക്കണം. മനസ്സിലാവുണ്ടോ? എല്ലാ സ്ഥലത്തും ന്യൂറോൺസ് ഉണ്ട്. അവര് ചെയ്യുന്ന ജോലിയെ ബാധിക്കുന്ന എന്തെങ്കിലും പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്, അവിടുന്ന് അവർ സിഗ്നൽ വിടും, അവിടെ ആക്ഷൻസ് നടക്കാതെ വരും. നമ്മൾ സ്ഥിരമായി ചില മെഡിസിൻസുകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതെ പറ്റൂല എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ആ ഒരു അവസ്ഥ അങ്ങനെ പിന്നെ ആ മെഡിസിന്റെ സപ്പോർട്ട് കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത് എന്തുണ്ടാവും, തലച്ചോറിനെ സ്ഥിരമായി ബോധിപ്പിക്കും. പിന്നെ ആ മരുന്നില്ലാതെ നടക്കാറില്ല. ചിലരൊക്കെ സ്ഥിരമായി രാവിലെ ഇഞ്ചി നീര് കുടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുക ചെയ്യരുതെന്നാണ്. സ്ഥിരമായിട്ട് രാവിലെ ഇഞ്ചി നീര് കുടിക്കാം. ഒരു മെഡിസിൻ ആണെങ്കിൽ സ്ഥിരമായി ചെയ്താൽ അത് ബോഡി അത് സ്ഥിരമായി കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യും. മനസ്സിലാവുണ്ടോ? ഇത് നെർവസ് സിസ്റ്റത്തിന്റെ മാത്രം കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പോകാം. പലപ്പോഴും പലർക്കും ഇതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പോ സമയം ഏതാ നമ്മുടെ എൻഡിങ് ടൈം വെക്കാറുള്ളത് ഒന്ന് പറയോ? 1.5 hour. 1.5 hour. 1.5 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ക്ലാസ് തുടങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഇനി 1 മണിക്കൂർ കൂടെ അല്ലേ? മതിയോ? തുടങ്ങിയത് മുതൽ സാധാരണ 9 o'clock തീരാറുണ്ട് ഇന്ത്യൻ ടൈം. അതെ അല്ലേ? ഗുഡ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അസുഖം കൂടെ മാത്രമേ പറയാറുള്ളൂ. ബോറടിച്ചില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. IBS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം കൂടെ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ കാണുന്ന ഒരു അസുഖം. ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അസുഖം എന്താണെന്ന് പിടുത്തം കിട്ടും. ഈ സിമ്പിൾ ആയിട്ട് പറയാ, ഒരു കല്യാണത്തിന് പോകാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിന് പോകാൻ നേരത്തെ നമ്മുടെ കുട്ടികൾ തിരിച്ചു വന്നിട്ട് പറയും ഒന്നുകൂടി ബാത്റൂം പോട്ടെ അറിയും, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടികൾക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ബാത്റൂം പോട്ടെ, അല്ലെങ്കിൽ കഴിച്ച ഉടനെ ഒരു ബാത്റൂം പോക്കാം, അത് കഴിഞ്ഞൊരു ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചാൽ പിന്നെ ഒരു ബാത്റൂം പോക്കാം. അങ്ങനെ ഒരു ദിവസത്തിൽ ഒരു തവണ ബാത്റൂം പോകുന്നതാണ്. അതായത് ഒരു ദിവസത്തിൽ ഒരു തവണ സ്റ്റൂൾ. മനസ്സിലാവുണ്ടോ? ഒരു തവണ പോകുന്നതാണ് നോർമൽ. 2 തവണ പോലും ശരിക്കും അബ്നോർമൽ ആണ്. പലപ്പോഴും നമ്മുടെ ഒരു ഭക്ഷണശീലം വെച്ചിട്ട്, ഇപ്പോഴത്തെ ഒരു ഭക്ഷണ സംസ്കാരമൊക്കെ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും 2 തവണ ഒക്കെ ഡോക്ടേഴ്സ് തന്നെ അനുവദിക്കും. പക്ഷേ അതിൽ കൂടുതൽ പോകുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഞാനിവിടെ റിയൽ കേസിൽ ഒരു പേഷ്യന്റിനെ കാണാണ്ടായിട്ടുണ്ട്. IBS ഉള്ളത് അയാൾക്ക് അറിയ പോലുമില്ല. അയാൾക്ക് ചെറിയൊരു പൈൽസിന്റെ ഇഷ്യൂ ആയിട്ടാണ് അയാൾ വരുന്നത്. അയാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ശോധന എങ്ങനെയാ? ശോധന സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ ഓക്കെ, ഞാനിങ്ങനെ മെഡിസിൻ എന്തോ ഒരു കാര്യം അയാള് ശോധന നന്നെന്ന് പറയുന്നതിന്റെ കൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ തോന്നിയപ്പോ, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ബാത്റൂം പോകാറില്ലേ? ആ മൂപ്പര് പറഞ്ഞ 5 നേരം സാറ്റിസ്ഫൈഡ് ആയിട്ട് ബാത്റൂം, 5 നേരം ബാത്റൂം പോവാ സ്ഥിരമായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു 5 നേരം, അപ്പൊ നിങ്ങൾക്ക് എന്താ ജോലി? അപ്പോ വീടിന്റെ മുമ്പ് തന്നെ മൂപ്പർക്ക് ഒരു പലചരക്കടയാണ്. മൂപ്പർക്ക് തോന്നുന്ന സമയത്ത് മൂപ്പര് എന്ത് ചെയ്യും, ഷട്ടറോട് ക്ലോസ് ചെയ്യുന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബാത്റൂം പോവും, തിരിച്ചു പോവും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതില് മൂപ്പര് ശരിക്കൊരു പ്രശ്നത്തിലാണെന്നുള്ളത് മൂപ്പർക്ക് അറിയ പോലുമില്ല. ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാല്, ബവല് മാത്രം സ്ഥിരമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടലുകളിൽ നീർക്കെട്ട് വരുന്ന ഒരു തരം അസുഖമാണ് IBS. പലപ്പോഴും ഇത് ആൻസൈറ്റിയുടെ കൂടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ ഈ ഒരു കേസിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ കുടലുകളിൽ നീർക്കെട്ട് വരാൻ ഇതിനൊരു വഴിയുണ്ട്. നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകുന്ന ഒരു ശീലം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ശീലത്തെ നമ്മൾ എന്ത് ചെയ്യുക, അനുവദിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ക്രോണിക് അസുഖം തന്നെയാണ്. ഇത് നമ്മൾ പനി ജലദോഷം പോലെ നിസ്സാരമാക്കാൻ പറ്റിയ അസുഖമല്ല. ഇതിൽ ചിലപ്പോഴൊക്കെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകുമ്പോൾ വയറിളകി പോവാറുണ്ട്. ചില സമയത്ത് വയറിന്റെ സ്തംഭം, ചില സമയത്ത് വയറിളകി പോകും. അതുപോലെ അയാൾക്ക് എന്ത് ചെയ്യും, വയറിലൊരു കടി, വയറിലിങ്ങനെ ഒരു വല്ലാത്ത അസ്വസ്ഥത, വയറ് കടിക്കുക എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ വയറിന്റെ
അപ്പി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അയാളുടെ സ്റ്റൂള് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ചിലപ്പോ കഫം പോലെ പിന്നെ ഒരു മ്യൂക്കസ് കാണാം. മ്യൂക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലിന്റെ ഉള്ളിലുള്ള പിന്നെ ഒരു ദ്രാവകമാണ്. അതിലിങ്ങനെ മൂവ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ഒരു ദ്രാവകം. ആ ദ്രാവകം അതിലോട്ട് ഇങ്ങനെ വഴുവഴുപ്പോടെ കാണും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം എന്ത് ചെയ്യുന്നില്ല, അത് പിന്നെ കുടലില് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിങ്ങനെ കുടലിന്റെ ഒരു ഇൻഫ്ലമേഷൻ കാരണം എന്ത് ചെയ്യണത്, ഇങ്ങനെ വേഗം പുറത്തോട്ട് സമയാസമയങ്ങളിൽ വിട്ടുകൊണ്ടിരിക്കുക. ഇതിന് വിഷയം എന്താണെന്ന് വെച്ചാല്, ഈ ഇത്തരം കേസുള്ള ആളുകളുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. അവർക്ക് ഞാൻ എന്റെ റീസെന്റ് കേസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ഏറ്റവും അവസാനം ഞാൻ ട്രീറ്റ് ചെയ്തുള്ള IBS മിനിഞ്ഞാന്നായിരുന്നു. ഒരു 20 വയസ്സൊക്കെ ഉണ്ടാവും. കോളേജ് കഴിഞ്ഞിട്ടുള്ള പയ്യനാണ്. അവന് ജോലി നോക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ആറ്റിറ്റ്യൂഡുള്ള നല്ലൊരു പയ്യൻ. അവന് എന്നോട് ഞാനിങ്ങനെ അവന് സംസാരിക്കുമ്പോഴേ ഉമ്മാന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഇതിൽ കുറച്ച് നേരം ഒന്ന് മോനോടൊന്ന് സ്പെസിഫിക് ആയി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ, നിങ്ങൾ പുറത്തിരിക്കട്ടോ, മോനോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്. ആയിക്കോട്ടെ എന്നല്ല, അവർ പുറത്തിരുന്നു. ഓൻ എടുത്ത കഴിക്കുന്നോട് എന്താണ്, നമ്മളെ പുറത്തേക്ക് ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യാനുണ്ട്. വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ 3 ഇന്നർവെയർ 3 അണ്ടർവെയർ യൂസ് ചെയ്തിട്ടാണ് ഡോക്ടർ ഞാൻ വന്നിട്ടുള്ളത്. സത്യത്തിൽ 3 അണ്ടർവെയറിന്റെ ആവശ്യം എന്താ? നിങ്ങളൊന്ന് സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻ കേസ് അവിടെ സ്റ്റൂൾ എങ്ങാനും അവന്റെ പിന്നെ സമ്മതം ഇല്ലാതെ പുറത്തു വന്നു വിചാരിക്കും, ഈ 3 ഒപ്പം തന്നെ ഇല്ലേ? പക്ഷെ അവന്റെ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞത് ഭയങ്കര സങ്കടം പിടിച്ചു ഒരവസ്ഥയില്ല. അതായത് അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ചില സമയത്ത് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരോടൊക്കെ മുന്നിൽ ഇത്രയും സെറ്റപ്പ് ആയിട്ട് നിൽക്കണ ഞാന് ഈ 3 അണ്ടർവെയർ യൂസ് ചെയ്തിട്ടാണല്ലോ ഞാൻ ഈ നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ഞു പൊട്ടും ഡോക്ടറെ. എനിക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വിസിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കേസിലൊക്കെ നമ്മൾ വെറും ഗ്യാസ്ട്രിക് മെഡിസിൻസ് കൊടുക്കുന്നതിലല്ല കാര്യം. ഇതൊരു 50% സൈക്കോളജി കേസും അത് 50% എന്തുമാണ്, നമ്മള് മെഡിക്കൽ കേസുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്ക് ചിലപ്പോ 50%-ലധികം ചെയ്യാനുള്ള ഇത്തരം കേസുകൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തൊരു കഥ ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യാം. 9 o'clock ആയിട്ടുണ്ട്. ഇതില് ഞാനോട് പറയടാ മോനെ, ഈ പട്ടാമ്പിയിൽ നിന്ന് ബസ് കയറി എന്ന് വിചാരിക്കുക. ഏറ്റവും അവസാനത്ത് ഞങ്ങളുടെ പട്ടാമ്പിയിലോട്ടുള്ള പാലക്കാട് നിന്ന് ബസ് കയറി എന്ന് വിചാരിക്കുക. പാലക്കാട് നിന്ന് പട്ടാമ്പിയിലേക്ക് 9:30 ബസ്. അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. നല്ലൊരു ട്രെയിൻ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് പിന്നെ കിട്ടാനില്ല രാത്രിയിൽ. അപ്പോ ഈ KSRTC കയറി നീ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിനക്ക് ഒന്ന് ബാത്റൂം പോകാൻ തോന്നി. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ്, ഈ ഇപ്പത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരാളും വീട്ടിൽ കയറ്റിയിട്ട് ബാത്റൂം വരില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ നാട്ടിൽ അവിടെ പെട്ടുപോകും. കാരണം വേറൊരു ബസ് വരാനില്ല. ഈ എന്ത് ചെയ്യും? പിടിച്ചിരിക്കും. പോകുന്നൊരു സംശയമുണ്ട്, ചെറിയ സംശയമുണ്ട്. ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു പക്വത വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം അനുഭവിക്കാത്ത ആളുകളും അല്ലല്ലോ നമ്മളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത്. എത്ര ആൾക്ക് ട്രൗസറിൽ പോയിട്ടുണ്ടാവും? ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു അസുഖത്തിന്റെ അവസ്ഥയിലൊന്നും അല്ലട്ടോ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ അയറിളക്കം എന്ന് പറഞ്ഞൊരു അസുഖം പിടിച്ചേക്കുക, അല്ലെങ്കിൽ ഫുഡ് പോയിസൺ പിടിച്ചിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ലീക്ക് ആയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ മാത്രം രാവിലെ കൃത്യമായിട്ടൊരു ബാത്റൂം പോക്ക് കഴിഞ്ഞു, പലപ്പോഴും ഇതിന്റെ ഒരു ശങ്ക വന്നു, അത് പിടിച്ചു നിന്നു. ചിലപ്പോ 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള ട്രാവലും കഴിഞ്ഞിട്ട് അയാൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. വീട്ടിലെത്തിയിട്ട് പിന്നെ അയാളുടെ ഏറ്റവും കൂടുതൽ കൺട്രോൾ പോകുന്ന സമയം ഏതാന്ന് വെച്ചാല്, ബാത്റൂമിന്റെ അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ തൊട്ടടുത്ത് വന്നിട്ട് പാൻറ് ഊരാനുള്ള സമയം കിട്ടൂല എന്ന് ഞാൻ പറയും. ആളെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയമാണ് അയാൾക്ക് കിട്ടാതിരിക്കുക, അല്ലെ? അപ്പൊ അയാൾ വിചാരിക്കും, എന്ത് അടച്ചോനെ, ഇതെങ്ങാനും ഇവിടെ അല്ല, കുറച്ച് തൃശ്ശൂരാണ് എനിക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആകെ പെട്ടിരുന്നത്. അയാൾ തൃശ്ശൂർ വരും പിടിച്ചിട്ട്. സത്യത്തിൽ ഇതൊരു തെറാപ്പിയാണ്. അതായത് ഒരു പ്രാവശ്യം വൃത്തിയായിട്ട് ബാത്റൂം പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ആൾക്ക് അടുത്ത ഒരു ബാത്റൂം പോക്കിന് അയാളോട് എന്ത് ചെയ്യണം, മാനസികമായിട്ട് പിടിച്ചു നിർത്താൻ പറയണം. ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാണ്, മെഡിക്കൽ സ്റ്റുഡൻസ് അല്ല എല്ലാവരും എന്നുള്ളത് കൊണ്ട് പറയാം, യൂറിനെ ഇത്തരത്തിൽ പിടിച്ചു നിർത്തുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നമ്മള് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭവന്റെ കാര്യമാണ്.
അപ്പിടുക എന്നുള്ളൊരു അവസ്ഥ ഒരു തവണ രാവിലെ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു തവണ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചിട്ടോ ഒക്കെ തോന്നുന്നതിനെ പിടിച്ചു നിർത്തുന്നതിൽ തെറ്റില്ല. പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇതിനെ നമ്മൾ അനുവദിക്കും. ഇത് ബോഡി ഇതെന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നെർവ് ഇമ്പൾസ് ആക്കി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അതങ്ങനെ അത് ബോഡിയിൽ അങ്ങനെ സെറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇതില് പിന്നെ ഓക്കെ, ഈ ഒരു IBS-ഉം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കണം. ഇൻഷാല്ലാ ഇതിന്റെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈനിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ, നമ്മള് ഗട്ട് എന്നുള്ള വാക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്ക് വയറിനെയാണ് കേട്ടോ. വയറ് പലപ്പോഴും ഒരു സെക്കൻഡ് ബ്രെയിൻ ആയിട്ട്, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ വയറുമായിട്ട് നമ്മുടെ മനസ്സിന് ഭയങ്കര ബന്ധമുണ്ട്. ഈ സെറാട്ടോണിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോണുകൾ പലപ്പോഴും വയറിലാണ് 90% പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. വയറിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോ ഇതിന്റെ ഒരു നല്ല ഒരു അവസ്ഥക്ക് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഭക്ഷണം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ ഞാൻ ആഡ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഗട്ട് ബാക്ടീരിയകൾ. നമ്മുടെ വയറിന്റെ ഉള്ളിൽ ദഹനത്തിന് ആവശ്യമായ കുറച്ച് ബാക്ടീരിയകളും കൂടെ ഉണ്ട്. ഈ ബാക്ടീരിയകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ദഹനം നന്നായിട്ട് നടക്കാറുണ്ട്. ഈ ബാക്ടീരിയകളെ പലപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു ഭക്ഷണ പദാർത്ഥമാണ് പുളി കുറഞ്ഞ തൈര്. യോഗട്ട് എന്നൊക്കെ പറയുന്നത് പോലെ പുളി കൂടിയ തൈര് ഈ ഗണത്തിൽ പെടൂല കേട്ടോ. അത് പ്രത്യേകം മനസ്സിലാക്കുക. പുളി കൂടിയ തൈര് പല കേസുകളിലും കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാക്കുക, പുളി കുറഞ്ഞ തൈര് പലപ്പോഴും എന്ത് ചെയ്യും, ഇതിന്റെ ഒരു ഗട്ട് ബാക്ടീരിയകളെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ. പലപ്പോഴും പുളിപ്പിച്ച ആഹാരങ്ങളും അതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഈ കാലത്ത് വല്ലാണ്ട് അത് പറയാറില്ല. കാരണം ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് വല്ലാണ്ട്, ഈസ്റ്റ് അല്ല, നമ്മുടെ അപ്പസോഡ പോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വല്ലാണ്ട് പുളിപ്പിച്ച സാധനങ്ങൾക്ക് ചിലപ്പോഴും എന്തുണ്ടാവും, അതിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഇൻഗ്രീഡിയൻസ് വെച്ച് പലപ്പോഴും പുളിപ്പിച്ച ഇഡലി, ദോശ പോലുള്ള സാധനങ്ങളും കൂടെ അതിന് ഗുണം ചെയ്യാറുണ്ട്. പക്ഷെ തൈരിനോളം, പുളി കുറഞ്ഞ തൈരിനോളം നല്ല ഒരു പിന്നെ പ്രോഡക്റ്റ് പലപ്പോഴും ഈ പ്രോബയോട്ടിക്, അതുപോലെ ഈ ചില പ്രൊഡക്റ്റുകളൊക്കെ ഐസ്ക്രീം ഒക്കെ വരുമ്പോൾ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഒക്കെ പലപ്പോഴും പറയാറുണ്ട്. അതൊക്കെ ഈ ഗട്ട് ബാക്ടീരിയകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പലപ്പോഴും അത് നമുക്ക് സജസ്റ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി, ഒരു 2 സ്പൂണ് പുളി കുറഞ്ഞ തൈര്, യോഗട്ടൊക്കെ ഇവർക്ക് ശീലാക്കാൻ ഒരു സമയത്ത്. പിന്നെ സ്ലീപ്പാണ്, കൃത്യമായ ഉറക്കം. ഉറക്കം പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ ഉറങ്ങാറുണ്ട്, പക്ഷെ രാത്രി കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ കഴിയാറില്ല, കുറച്ച് ലേറ്റ് ആവാറുണ്ട് എന്ന് പറയാറുണ്ട്. ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, നമുക്ക് എപ്പോ നമ്മുടെ ബോഡിക്ക് ക്ഷീണം വരുന്നോ ആ സമയത്ത് ഉറങ്ങും. പലപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കുന്ന സമയത്ത് ഉറക്കം വന്നു, പക്ഷെ നമുക്ക് നാളെ വേറെ പരിപാടികളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രോൾ ചെയ്ത് തന്നെ ഇരുന്നു. ഈ സ്ക്രോളിംഗ് ഡിസീസ് നമ്മളെ എന്ത് ചെയ്യും, ഒരു 3 മണിക്കൂറൊക്കെ നമ്മുടെ സ്ലീപ്പിനെ എന്ത് ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യും. ഇത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ അപ്പുറത്ത് 4 മണിക്കൂറോ 6 മണിക്കൂറോ ഉറങ്ങിക്കൊടുക്കും, പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്യാറുണ്ട്. സ്ലീപ്പിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സ്ലീപ്പിനെ റെഗുലേറ്റ്. പിന്നെ എക്സസൈസ് എപ്പോഴും എല്ലാവരും പറയുന്ന മെഡിറ്റേഷൻ. കാരണം പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, ഒരു വിഗ്രസ് എക്സസൈസ് അല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ബോഡിക്ക് താങ്ങുന്നു. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ വെയിറ്റ് കൂടുതലുള്ള ആളാണ്. ഞാൻ പലപ്പോഴും ഒരു എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നടക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ കാൽമുട്ടുകൾക്കൊക്കെ ഇതുവരെ ഇല്ലാത്തൊരു പെയിനാ ഫീൽ ചെയ്യുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് സൈക്ലിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ ഒക്കെ ആക്കും. സ്ഥിരമായി എക്സസൈസ് ഉള്ള ഒരാളല്ല, പക്ഷെ ശരിക്കും സ്ഥിരമായി റെഗുലറായി വിഗറസ് അല്ലാത്ത ഒരു നല്ല ബോഡിക്ക് പിന്നെ ഉതകുന്ന രീതിയിലുള്ള നല്ലൊരു എക്സസൈസ് എല്ലാ ആളുകളും അവർക്ക് അവരുടെ പിന്നെ മെന്റൽ ഹെൽത്തിനും കൂടി വേണ്ടിയിട്ട്, വെറും ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടല്ല, മെന്റൽ ഹെൽത്തിന് കൂടെ വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മെഡിറ്റേഷൻസ് ഒക്കെ പലപ്പോഴും ഇപ്പൊ പ്രാർത്ഥനകളിലൊക്കെ പലപ്പോഴും മെഡിറ്റേഷൻ വന്നു പോകാറുണ്ട്. നമ്മൾ മെഡിറ്റേഷനായിട്ട് വേറെ തെറാപ്പികളൊക്കെ ഷാഫി സാറിനെ പലപ്പോഴായിട്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അത്തരം മെഡിറ്റേഷൻ, ധ്യാനം എന്നൊക്കെയാണല്ലോ അതിന്റെ മലയാള അർത്ഥം. എനിവേ,
ഈ ഒരു സ്ലൈഡിനെ പറ്റിയിട്ട് വലിയ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എനിക്കിത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. എനിവേ, ഇതുവരെ ക്ഷമിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന എല്ലാ ആളുകളോടും എൻ്റെ നന്ദി പറയാണ്. പിന്നെ ഇനി ആരെങ്കിലും ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേറെ വരുന്നുണ്ടായിരിക്കുമോ? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു പത്തിയ. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിലെ റെപ്രസെന്റേറ്റീവ് അങ്ങനെ ആരെങ്കിലും വൈൻഡപ്പ് ചെയ്യാല്ലേ? ഷാഫി സാർ ഇതിലുണ്ടാവില്ല എന്ന് വിചാരിക്കും അല്ലേ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഞാൻ ലീവ് ആവുകയാണ്. നിങ്ങൾക്ക് ഡിസ്കഷൻസ് വേണമെങ്കിൽ നടത്താം കേട്ടോ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ ഷുഗർ ലെവൽ ആൻഡ് സ്ട്രെസ്. ഓക്കെ. ഇതില് സാധാരണഗതിയിൽ നമ്മൾ ഒഫീഷ്യലി ക്ലാസ് ഇവിടെ അവസാനിച്ചതായിട്ടൊന്ന് പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. കാരണം ആർക്കെങ്കിലും ഒക്കെ ഇനി ലീവ് ചെയ്യണമെങ്കിൽ സമ്മതമില്ലാതെ പോയി എന്നുള്ള വിഷമം വേണ്ട. ഷുഗർ പലപ്പോഴും വിഷയം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് ലെവലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉണ്ട് എന്ന് അറിയുന്ന ഒരാളുണ്ട്. ഞാൻ എപ്പോഴും പറയാം, ഡയബറ്റിക് ആവുന്ന ആള് എടുക്കുന്ന കുറെ സ്റ്റാൻഡുകളുണ്ട്. ഭയങ്കര പ്രശ്നം പിടിച്ചാണ് ഡയബറ്റിക് ആവുന്ന ആളോട്. ഡയബറ്റീസിന് നമ്മൾ മെഡിക്കൽ സയൻസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തന്നെ ഒരു സൈലന്റ് കില്ലറാണ്. അപ്പൊ ഈ സൈലന്റ് കില്ലർ നമ്മുടെ ബോഡിയിൽ വന്നു എന്നറിയുമ്പോൾ സമാധാനം എന്തായാലും നഷ്ടപ്പെടും. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുഗറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധുരമുള്ള എല്ലാ സാധനങ്ങളോടും ബൈ പറയും. പക്ഷെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ഷുഗറിനോട് മാത്രം ആളുകൾ എന്ത് ചെയ്യും, ഞാൻ ഇപ്പൊ പഞ്ചസാര ഉപയോഗിക്കാറില്ല, ശർക്കര മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈത്തപ്പഴം ഉപയോഗിക്കാറുണ്ട്. ഇതിന് വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സിന്റെ മധുരങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് ഡയബറ്റീസ് ഉണ്ട്. വളരെ തുടക്ക സമയങ്ങളിലൊക്കെ ചിലപ്പോൾ അത്തരത്തിലൊക്കെ അത് മാനേജ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. പലപ്പോഴും ഈ മസ്ക് മെലോണൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഷമാമൊക്കെ, അത്തരത്തിലുള്ള ചെറിയ മധുരമുള്ള, ഇപ്പൊ പേരക്ക, അതുപോലെ മധുരം പൂതി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ ആപ്പിൾ, അതിലൊരു ചെറിയ മധുരമൊക്കെ ഉണ്ട്. അത്തരത്തിലൊക്കെ ഷുഗറുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഡയബറ്റിക് കേസുകളുണ്ട്. പക്ഷെ എപ്പോഴും മധുരം ഒഴിവാക്കുക എന്നുള്ളത് ഒരു ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നാളെ മുതൽ നമ്മൾ മധുരം കൂടെ ഒഴിവാക്കി നിന്ന് തലവേദന എടുക്കും, സ്ട്രെസ് വരും. ഇപ്പൊ ഞാന് എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതൊക്കെ കേടാണെന്നറിയാം. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ടൊന്ന് മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ പലപ്പോഴും തുടക്ക ദിവസങ്ങളിൽ നമുക്ക് എന്തുണ്ടാവും, കുറച്ചൊരു അതിന്റെ ഒരു വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആവും. അതായത് എനിക്ക് തോന്നുന്നത് ഒരു 10-14 ദിവസം, ഒരു 2 ആഴ്ച, 21 ദിവസം, 3 ആഴ്ച ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോട് എന്താവും, അതിനോട് കോപ്പറേറ്റ് ചെയ്ത് അതിന്റെ യൂസ്ഡ് ആയി മാറും. പലപ്പോഴും ഷുഗർ ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ സ്ട്രെസ് ഇഷ്യൂ തന്നെ ഏത് മെഡിസിൻ എടുക്കണം. അപ്പൊ എന്റെ അടുത്തൊക്കെ പലപ്പോഴും പേഷ്യൻസ് വന്നത്, കാരണം നമ്മൾ ആൾട്ടർനേറ്റീവ് സിസ്റ്റം ആണ്. അപ്പോ അവർക്ക് ഇപ്പോ ഷുഗർ താഴാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അതായത് ഞാൻ ചില കേസുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷുഗർ നിങ്ങൾ നോർമലാക്കി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നോർമലാക്കാൻ കഴിയുന്ന മെഡിസിൻ എടുക്കണം. അതായത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷുഗർ നോർമലാക്കാൻ വേണ്ടി ഇപ്പോ ഞാൻ സിസ്റ്റത്തിന്റെ പേര് പറയണുണ്ടെന്ന് തോന്നുന്നത് മോഡേൺ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ, ഞാൻ ചിലപ്പോഴൊക്കെ അതിനോട് യോജിക്കാറാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റിനെ പേടിച്ച് പലപ്പോഴും ചിലർ എന്ത് ചെയ്യും, നമ്മള് ഒറ്റമൂലികളൊക്കെ ചെയ്യും. എന്നിട്ട് 400 ഷുഗർ ചിലപ്പോൾ എന്ത് ചെയ്യും, 250 ഒക്കെ ഇട്ട് നിർത്തും. ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റിനെ പേടിച്ചിട്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഈ 250 എന്ന് പറഞ്ഞത് കൺട്രോൾഡ് ഒന്നല്ല. അയാൾ അങ്ങനെ സമാധാനത്തിൽ അങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഷുഗർ ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് ഷുഗർ കയറി എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടെന്ന് ഒരു ദിവസം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല.
അത് പ്രഷർ അടിച്ചു സ്ട്രോക്ക് ആയി എന്ന് പറയുന്നത് പോലുള്ള ഒരു അസുഖമല്ല. അതാണ് ഈ സൈലന്റ് കില്ലർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കുറച്ച് കാലങ്ങളോളം നമ്മുടെ കൂടെ ഷുഗർ ഉണ്ടെങ്കിൽ അതെന്തുണ്ടാക്കും? പിൽക്കാലത്ത് അത് ബ്ലോക്കുകൾ ഉണ്ട്. ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കും, കണ്ണിൽ ബ്ലോക്ക് ഉണ്ടാക്കും. അതുപോലെ കണ്ണിന്റെ രക്തധമനികളിലൊക്കെ ബ്ലോക്ക് വന്നിട്ട് കണ്ണിന്റെ കാഴ്ച പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഷുഗർ, ഡയബറ്റിക് റെറ്റിനോപ്പതി, അങ്ങനെ റെറ്റിനോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ കാണാം. പിന്നെ കിഡ്നി പോകുന്നത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഇതിലെ ഏറ്റവും ചെറിയ ബ്ലഡ് കാപ്പിലറികളിൽ പോയിട്ട് ഈ കൊഴുത്ത ബ്ലഡ്, അതായത് ഷുഗർ കൂടിയാൽ ഒരു കൊഴുത്ത ബ്ലഡ് ആയിരിക്കുമല്ലോ. നമ്മുടെ പച്ചവെള്ളം പോലെ അല്ലല്ലോ മധുരമുള്ള വെള്ളം, അതിലൊരു കൊഴുപ്പുണ്ടാവില്ല. ഈ കൊഴുപ്പ് പോയി അടിയുന്നതും അവിടെ ബ്ലോക്ക് ഫോം ചെയ്യുന്നതൊക്കെ എന്തുണ്ടാവും? 5 കൊല്ലം കൊണ്ട് ചിലപ്പോൾ ഇയാള് പ്രശ്നത്തിലാവും. ചിലപ്പോൾ ഈ മരുന്ന് ഉപയോഗിച്ച അയാൾ പോവായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 15 കൊല്ലം നല്ലതുപോലെ ജീവിക്കേണ്ട ഒരാളായിരിക്കാം. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അതായത് പലപ്പോഴും മരുന്നിനെ ഭയന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കൃത്യം ഷുഗർ കൺട്രോളും ഡയറ്റ് കൺട്രോളും വെച്ച് നമ്മുടെ ഒരു 160ന്റെ ഒക്കെ ഉള്ളിൽ ഷുഗർ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പിടിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ ഞാൻ പലപ്പോഴും 3 കൊല്ലമായിട്ട് ഇങ്ങനെ വേറെ പിന്നെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റമൂലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഞാൻ നന്നായിട്ട് വാൺ ചെയ്യാറുണ്ട്. കാരണം നിങ്ങൾ ഈ മരുന്നിനെ പേടിച്ച് ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ മുന്നേ നമുക്ക് ഈ ഷുഗർ കൊണ്ട് ഉണ്ടാകുന്ന വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാൻ ഒരു കാരണമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇത് ഔട്ട് ഓഫ് ടോപ്പിക് ആയതുകൊണ്ട് യോജിക്കുന്നവരും യോജിക്കാത്തവരും ഉണ്ടാവാം. ഓക്കെ, ദെൻ അത് സാറേ ഒരു കാര്യം പറയട്ടെ. അങ്ങനെ ഞങ്ങളെ ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഷുഗറിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി ഇങ്ങനെ എന്തോ ഒറ്റമൂലി അങ്ങനെ നാച്ചുറോപ്പതിയിൽ അങ്ങനെ എന്തോ ആയിട്ട് കുറച്ച് മാസങ്ങളോളായിട്ട് അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. അവരെ ഫുഡും എല്ലാതും ഭയങ്കര കൺട്രോൾ അങ്ങനെയൊക്കെ ആയിട്ട് മെഡിസിൻ നിർത്തിയിട്ട്. പക്ഷെ അവർക്ക് ഇപ്പൊ അടുത്ത് ഭയങ്കരമായിട്ട് വെന്റിലേറ്ററിൽ വരെ ആയ അവസ്ഥയായി. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇന്ന് ഒരു വിഷയം അതാണ്. നമ്മൾ കുറച്ച് ലോജിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതില് ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു അർത്ഥം നാച്ചുറോപ്പതി കൊണ്ട് ഒരിക്കലും ഷുഗർ മാറ്റാൻ പറ്റുന്നത്, ഏറ്റവും നന്നായിട്ട് ഷുഗർ മാനേജ് ചെയ്യുന്ന ഒരു നാച്ചുറോപ്പതി ഡോക്ടർ എനിക്ക് പേരെടുത്ത് പറയാൻ തന്നെ കഴിയും. പിന്നെ മുക്കം ഭാഗത്തൊരു കരിയൻ ഡോക്ടർ, ഞാൻ 2-3 കേസസ് മൂപ്പരുടെ നേരിട്ട് അറിവുണ്ട്. അതുപോലെ നന്നായിട്ട് ഷുഗർ ട്രീറ്റ് ചെയ്യുന്ന ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോ ചില കേസുകളിൽ ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ അതിന് വേറെ മാർഗം നോക്കണം. അത് അത്രേ ഉള്ളൂ. നമ്മള് പിന്നെ ഇതൊരു ഒരു ചികിത്സാ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മതമൊന്നുമല്ലല്ലോ. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നുമില്ല. അപ്പോ അത്തരത്തിൽ നമ്മളൊരു ലോജിക്കലായിട്ട് നമ്മൾ ഇതിനെ കാണണം. നമ്മളെപ്പോഴും അന്ധമായ ഒരു അവസ്ഥയിലേക്ക്, ഇപ്പൊ ചിലര് ചാമ്പക്കെട്ട വെള്ളം, അങ്ങനെ ആയുർവേദത്തിലും ഉണ്ടാവുക അത്തരത്തിലുള്ള അവസ്ഥകൾ. ഞാൻ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പിന്നെ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പൊ എന്റെ ചിന്താഗതിയും എന്റെ അനുഭവം ഒന്നും ആവൂല നിങ്ങളെ. ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളുണ്ടാവും, എന്റെ കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ടാവും. പലപ്പോഴും എന്റെ ഉമ്മ ഒന്നും ഹോമിയോപ്പതി പോലും എടുക്കാത്ത ആളാണ്. അതായത് ഉമ്മ എന്ത് അവസ്ഥ ഉണ്ടെങ്കിലും നാച്ചുറോപ്പതി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്റെ ഫാദർ സ്ഥിരമായിട്ട് അലോപ്പതിക് മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതൊരു ഇന്റർ സിസ്റ്റം റിലേഷന്റെ വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് ഷുഗറിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. ഷുഗറാണ് വിഷയം, ഞാനാണ് ശരിക്ക് ഇത് ഡൈവേർട്ട് ചെയ്തത്. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. അടുത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ പിന്നെ നിങ്ങൾക്ക് പിന്നെ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യാൻ അനുവാദം തന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് കേട്ടോ. എനിവേ, ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അല്ലെ? ക്ലാസ് പിന്നെ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകം ചോദിക്കുക, ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ നന്നാക്കണമായിരുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും, അതെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് അങ്ങനെ ഇരിക്കേണ്ടത്. നന്നായിരുന്നു എന്നാലും പറയണ്ട, നിങ്ങളുടെ ഇന്ന ഭാഗം കുറച്ച് പ്രശ്നം ഉണ്ടായി, നിങ്ങൾ വല്ലാണ്ട് നീട്ടും. എന്റെ പെണ്ണുങ്ങളിനോട് എപ്പോഴും പറയണം, ഈ നീട്ടല് കുറച്ചുള്ള സംസാരം ഓക്കെ. മീറ്റിങ്ങിലൊക്കെ ഞാൻ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നീച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ വൈഫിനോട് ചോദിക്കുന്നത് കുറച്ച് പ്രശ്നം നിൽക്കാനായിട്ട് തോന്നും. പറയും ഇരുന്ന മീറ്റിംഗിൽ ഇരുന്ന ആൾക്കാർക്ക് നല്ല വെറുപ്പായി ഉണ്ടാവും. വെറുതെ ഇങ്ങനെ നീട്ടി
എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ശരി, ഓക്കെ. എന്നാ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ബൈ, പിന്നീട് കാണാം.